Hi dear students. Hi beauty girl, Melvin, Medico, Adit, Nayana. Good evening. Ellavarkum a warm welcome. Appo nammal innu class il discuss cheyan povunnathu in one short breathing and exchange of gases. Appo ellarum ready ille? Set ille? Appo chapter already ningal ellarum padichittundaayirikkum. Alle? എല്ലാവരും പഠിച്ച് സെറ്റായ ചാപ്റ്റർ ആണ്. എങ്കിൽ തന്നെ നമുക്കൊന്ന് ചാപ്റ്റർ ക്വിക്ക് റിവൈസ് ചെയ്ത് കുറച്ച് ക്വസ്റ്റ്യൻസും അതിനോടൊപ്പം തന്നെ ചെയ്ത് പോവാട്ടോ. ഹായ്, ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് ഗൗരി, ഗുഡ് ഈവനിങ് ഷഫ്ന, ഗുഡ് ഈവനിങ് പൂജ. എല്ലാവർക്കും ഗുഡ് ഈവനിങ്. സോ ഫസ്റ്റ് ഓഫ് ഓൾ ചാപ്റ്റർ പറയുമ്പോൾ കൂടെ തന്നെ നിങ്ങൾ എല്ലാവരും ചാറ്റിൽ ആക്റ്റീവായി ആൻസർ ചെയ്യുക. ഓക്കെ, ഓൾസോ ഇതിനിടയ്ക്ക് ഇൻ ബിറ്റ്വീൻ ക്വസ്റ്റ്യൻസ് വരും, അപ്പോഴും ആൻസർ ചെയ്യുക. ആൻഡ് ഓൾസോ ഇഫ് യു ആർ ഹാവിങ് എനി ഡൗട്ട് ഇൻ എ പെർട്ടിക്കുലർ ടോപ്പിക്, നമ്മളിങ്ങനെ പകുതിയായിട്ടേ പോവുള്ളൂ. അപ്പൊ എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിച്ചു പോവാട്ടോ. സോ ലെറ്റ്സ് ഗെറ്റ് സ്റ്റാർട്ടഡ്. അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഉള്ള ഒരു മെമ്മറി റിവിഷൻ ആണ് നമ്മുടെ ചാപ്റ്റർ ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ്. അപ്പൊ ഫസ്റ്റ് തന്നെ ഈ ചാപ്റ്ററിന്റെ ആദ്യം പഠിക്കുന്നത് വാട്ട് ഈസ് ദ റിയൽ ഡിഫറൻസ് ബിറ്റ്വീൻ ബ്രീത്തിങ് ആൻഡ് റെസ്പിറേഷൻ എന്നാണ്. എന്റെ മക്കൾക്കറിയാം ബ്രീത്തിങ് എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രീത്തിങ് ഇസ് ജസ്റ്റ് ഫിസിക്കൽ എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് അല്ലെ. നമ്മൾ എയർ എടുക്കുന്നു, പുറത്തേക്ക് വിടുന്നു. ഓക്കെ, യു ഗിവ് ഔട്ട് കാർബൺ ഡൈ ഓക്സൈഡ് റിച്ച് എയർ, യു ടേക്ക് ഇൻ air, and this process is called as breathing. Whereas hi cuties, pore favase namakku classilekku shradhichalo. Whereas respiration ennu parayunnathu oru cellular process aanu, where inside the cell you will use oxygen to break down a substrate alle glucose poലുള്ള ഒരു സബ്സ്ട്രേറ്റിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോസസ്സാണ് റെസ്പിറേഷൻ. ആക്ച്വലി റെസ്പിറേഷനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ റെസ്പിറേഷൻ എന്ന് പറയുന്ന ചാപ്റ്റർ ആയി തന്നെ പഠിക്കുന്നുണ്ട് +1. അപ്പോൾ ആ ഒരു റെസ്പിറേഷൻ നടക്കണമെങ്കിൽ സെല്ല് വരെ ഓക്സിജൻ എത്തണം അല്ലെ. അപ്പൊ നമ്മൾ ഈ ചാപ്റ്ററിൽ പഠിക്കാൻ പോകുന്നത് എങ്ങനെയാണ് ഈ അറ്റ്മോസ്ഫിയറിൽ കിടക്കുന്ന ഓക്സിജനെ നമ്മൾ എടുത്ത് ലങ്സിലെത്തിച്ച് ലങ്സിന്റെ ആൽവിയോളയിൽ നിന്ന് അതിനെ ഡിഫ്യൂസ് ചെയ്യിച്ച് നമ്മുടെ ബ്ലഡ് സ്ട്രീമിൽ എത്തിച്ച് ആ ബ്ലഡ് സ്ട്രീമിലൂടെ ട്രാൻസ്പോർട്ട് ചെയ്ത് ടിഷ്യൂവിൽ എത്തിച്ച് എഗെയിൻ അവിടെ ഡിഫ്യൂഷൻ വഴി ടിഷ്യൂവിലേക്ക് എത്തിച്ച് അവസാനം ഈ ടിഷ്യൂ അതിനെ യൂട്ടിലൈസ് ചെയ്യുന്നത്. സോ ഹൗ ദ ഓക്സിജൻ റീച്ച് അപ് ടു ദ ടിഷ്യൂ എന്നുള്ളതാണ് ശരിക്കും നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ എന്ത് ചെയ്യാൻ പോകുന്നത്, ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, ടു സ്റ്റാർട്ട് വിത്ത് അപ്പൊ നമുക്ക് എന്തായാലും നമ്മളെ ഈ ഓക്സിജനെ ഫസ്റ്റ് ഓഫ് ഓൾ അല്ലെങ്കിൽ ഓക്സിജൻ റിച്ച് എയറിനെ എടുക്കാൻ സഹായിക്കുന്ന റെസ്പിറേറ്ററി സിസ്റ്റത്തിന്റെ പാർട്സ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുക. തുടങ്ങാം. അപ്പൊ എല്ലാവരും റെഡി ആയിട്ട് ഫസ്റ്റ് പാർട്ട് ഏതാണ്? ഓക്കെ, നോസ്ട്രിൽസ് ആണ് അല്ലെ മക്കളെ. വി ഹാവ് 2 nostrils through which air is taken into nasal canal. നമ്മുടെ നേസൽ കനാലിൽ നിറയെ ഹെയർ സെൽസ് ഉണ്ട്, അതുപോലെ മ്യൂക്കസ് ഉണ്ട്. സോ ടെൽ മീ വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് ദീസ് ഹെയർ സെൽസ് ആൻഡ് മ്യൂക്കസ്? എന്തിനാ നമുക്ക് നേസൽ കനാലിൽ ഹെയർ സെൽസും മ്യൂക്കസും ഒക്കെ ഉള്ളത്? യെസ്, ടു ട്രാപ്പ് ദി ഡസ്റ്റ് പാർട്ടിക്കിൾസ് ആൻഡ് ഫോറിൻ പാർട്ടിക്കിൾസ് അല്ലെ. അപ്പോ ഡസ്റ്റ് പാർട്ടിക്കിൾസും ഫോറിൻ പാർട്ടിക്കിൾസും ഒക്കെ നമുക്ക് ട്രാപ്പ് ചെയ്യാൻ വേണ്ടിയാണ് അത് ഉപയോഗിക്കുക. ദെൻ നമ്മൾ പറഞ്ഞു യെസ്, ഇത് നേരെ ചെല്ലുന്നത് നെയ്സൽ കനാലിലേക്കാണ്. അപ്പൊ നെയ്സൽ കനാലിലാണ് എന്ത് സംഭവിക്കുന്നത്? നമ്മുടെ ബോഡി ടെമ്പറേച്ചറുമായിട്ട് നമ്മുടെ എയറിനെ, അറ്റ്മോസ്ഫിയറിക് എയറിനെ ഈക്വലൈസ് ചെയ്യുന്നത്. ടു ഈക്വലൈസ് ദ ടെമ്പറേച്ചർ ഓഫ് ദി എയർ ബ്രീത്ത് ഇൻ ടു അവർ ബോഡി ടെമ്പറേച്ചർ. കാരണം നമ്മൾ നെയ്സൽ കനാലിൽ നിറയെ ബ്ലഡ് വെസൽസ് ഉണ്ട്. എന്നിട്ട് നേരെ നമ്മൾ ഇത് എയറിനെ ഇങ്ങനെ ബ്രീത്ത് ചെയ്ത് അത് ഫാരിങ്സ് വഴി, വിച്ച് ഇസ് എ കോമൺ പാത്ത്, അതുവഴി അത് ലാരിങ്സ് വോയിസ് ബോക്സിലേക്ക് എത്തും. പക്ഷെ ഫുഡ് പാർട്ടിക്കിൾസ് ഈ ഒരു വോയിസ് ബോക്സിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ വിൻ പൈപ്പിലേക്ക് എത്താതിരിക്കാൻ വേണ്ടി വി ഹാവ് സംതിങ് ഓവർ ദെയർ. ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? വാട്ട് ഈസ് ദെയർ?
Yes, there is not glottis, there is epiglottis. ഈ epiglottis എന്ന് പറയുന്ന തിൻ എലാസ്റ്റിക് കാർട്ടിലേജിയസ് ഫ്ലാപ്പ് ആണ് വിൻഡ് പൈപ്പിലേക്ക് ഫുഡ് എൻട്രി ചെയ്യാതിരിക്കാൻ സഹായിക്കുക. അങ്ങനെ എപ്പിഗ്ലോട്ടിസിനെയും കടന്ന് എയർ ലാരിങ്സ് എന്ന് പറയുന്ന നമ്മുടെ വോയിസ് ബോക്സിലേക്ക് എത്തും. വോയിസ് ബോക്സ് എന്ത് വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത് മക്കളെ? കാർട്ടിലേജ് വെച്ചാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലെ. നമുക്ക് തൈറോയിഡ് കാർട്ടിലേജ് ഉണ്ട്, ക്രിക്കോയിഡ് കാർട്ടിലേജ് ഉണ്ട്. അങ്ങനെ കാർട്ടിലേജിന്റെ ഒരു ബോക്സ് ആണ് ലാരിങ്സ്. ഇതിനകത്ത് നമുക്ക് വോക്കൽ ഫോൾഡ് എന്ന് പറയുന്ന തിൻ എലാസ്റ്റിക് ആയിട്ടുള്ള മെംബ്രേനിയസ് സ്ട്രക്ചേഴ്സ് ഉണ്ട്. ഈ സ്ട്രക്ചേഴ്സ് ആണ് എന്ത് ചെയ്യുന്നത്? വൈബ്രേറ്റ് ചെയ്യുമ്പോൾ സൗണ്ട് ഉണ്ടാക്കുക. ആൻഡ് ലാരിങ്സിൽ നിന്ന് നമ്മൾ നേരെ ട്രക്കിയയിലേക്ക് പോകും. സോ ട്രക്കിയ ഹാവ് സംതിങ് ഇൻ ഇറ്റ് കോൾഡ് ആസ് എ സി ഷേപ്ഡ് കാർട്ടിലേജിയസ് റിംഗ് അല്ലെ. ഈ സി ഷേപ്ഡ് കാർട്ടിലേജിയസ് റിംഗ് എന്തിനാണ് ട്രക്കിയയിലുള്ളത്? വേഗം ഇട്ടോ. അപ്പൊ നമ്മളിങ്ങനെ ട്രക്കിയ പോകുന്നു. അത് ഫിഫ്ത്ത് തൊറാക്സിക് വെർട്ടിബ്രയുടെ ലൈനിലെത്തുമ്പോൾ സ്പ്ലിറ്റ് ചെയ്ത് ബ്രോങ്കി ആകുന്നു. ഈ പ്രൈമറി ബ്രോങ്കയാണ് നമ്മുടെ ലങ്സിനകത്തേക്ക് എൻട്രി ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സോ വൈ യു ഹാവ് ദിസ് കാർട്ടിലേജ്? ഇൻ ഓർഡർ ടു പ്രിവെന്റ് ദി കൊളാപ്സ് ഓഫ് ട്രക്കിയ അല്ലെ. എയർ ഔട്ട് ബ്രീത്ത് ചെയ്യുമ്പോൾ നമുക്ക് ട്രക്കിയ കൊളാപ്സ് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് നമുക്ക് ഈ സി ഷേപ്ഡ് കാർട്ടിലേജിയസ് റിംഗ്സ് അവിടെ ഉള്ളത്, ടു പ്രിവെന്റ് ദ കൊളാപ്സ് ഓഫ് ട്രക്കിയ. അങ്ങനെ അത് വരുന്നു ഫിഫ്ത്ത് തൊറാക്സിക് വെർട്ടിബ്രയുടെ ലെവലിൽ വെച്ച് ബ്രോങ്കൈ ആയിട്ട് സ്പ്ലിറ്റ് ചെയ്തു. പ്രൈമറി ബ്രോങ്കൈ നേരെ ലങ്സിൽ കയറി. നമുക്ക് റൈറ്റ് ലങ്സ് ഉണ്ട്, ലെഫ്റ്റ് ലങ്സ് ഉണ്ട്. എന്റെ മക്കള് പറഞ്ഞേ, ഇതിൽ ഏതാണ് ബിഗർ വെൻ കമ്പയർ ടു ദ അതർ വൺ, ഓർ സെയിം സൈസ് ആണോ? യു ഹാവ് ദ റൈറ്റ് ലങ്സ്, യു ഹാവ് എ ലെഫ്റ്റ് ലങ്സ്. Which is bigger? Which is bigger? പറഞ്ഞോടാ, which is bigger? If there is air in trachea, it will not collapse. Of course, it will not collapse. Yes, you have right bigger than the left. കാരണം നമ്മുടെ ലെഫ്റ്റിന്റെ സൈഡിലേക്കാണ് ഹാർട്ട് ഇങ്ങനെ ചരിഞ്ഞിരിക്കുന്നത്. സോ അവിടെ ഒരു കാർഡിയാക് നോച്ച് ലെഫ്റ്റ് ലങ്ങിലുണ്ട്. ആൻഡ് ഇറ്റ് ഓൺലി ഹാവ് 2 lobes, upper and lower. Whereas നമ്മൾ റൈറ്റ് ഓക്കെ ആണെങ്കിൽ ഇറ്റ് ഈസ് മച്ച് മോർ ബിഗർ. ഇറ്റ് ഹാസ് എ upper, middle and a lower lobe. ഇനി ലങ്സ് എന്ന് പറയുന്നത് ശ്വാസകോശം സ്പോഞ്ച് പോലെയാണ്. ആക്ച്വലി ഇറ്റ് ഈസ് കൺസിസ്റ്റിംഗ് ഓഫ് നോ മസിൽസ് ഇൻ ഇറ്റ് അല്ലെ. ഇത് ഫുൾ സ്പോഞ്ചി ടിഷ്യൂ ആണ്. ഇവിടെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ ലങ്സിന് ഒരു ഔട്ടർ കവറിംഗ് ഉണ്ട്. ഇറ്റ്സ് കോൾഡ് ആസ് എ പ്ലൂറ. നമുക്കൊരു ഔട്ടർ പ്ലൂറ ഉണ്ട് വിച്ച് ഇസ് കോൾഡ് ആസ് എ പെറൈറ്റൽ പ്ലൂറ. ഇന്നർ ഒരു പ്ലൂറ ഉണ്ട് വിച്ച് ഇസ് ഗോയിങ് ടു ലൈൻ സോ ക്ലോസ് ടു ദ ലങ്സ്. അതിനെ നമ്മൾ വിസറൽ പ്ലൂറ എന്ന് വിളിക്കും. വിസറ എന്ന് പറഞ്ഞാൽ ഓർഗൻ എന്നാണ് അർത്ഥം. ഇൻ ബിറ്റ്വീൻ യു ഹാവ് pleural fluid. So why do you have a pleural fluid? To prevent the friction അല്ലെ. കാരണം ഈ ഫ്ലൂയിഡ് ഈ മെംബ്രെയിൻസ് തമ്മിൽ ഫ്രിക്ഷൻ ഉണ്ടാവാതെ പ്രിവെന്റ് ചെയ്യും. ഇനി ലങ്സിനകത്തേക്ക് നോക്കുമ്പോൾ എന്തെല്ലാം കാണും? സോ വാട്ട് ഈസ് ദെയർ ഇൻസൈഡ് ദ ലങ്സ്? അപ്പൊ ലങ്സിനകത്തേക്ക് നോക്കാൻ നേരത്ത് നമുക്കറിയാം ഈ ബ്രോങ്കൈ, പ്രൈമറി ബ്രോങ്കൈ അതിനകത്ത് വെച്ചാണ് സ്പ്ലിറ്റ് ചെയ്യുക. നിങ്ങൾ നോക്കിയാല് പ്രൈമറി ബ്രോങ്കൈ സ്പ്ലിറ്റ് ചെയ്യുന്നു. ഇനിയുള്ള ശ്രദ്ധിക്കാം. ഇറ്റ് സ്പ്ലിറ്റ്സ് ഇൻടു സെക്കൻഡറി ബ്രോങ്കൈ, which splits into tertiary bronchi, which then splits into bronchioles. അപ്പൊ ബ്രോങ്കിയോൾസ് സ്റ്റാർട്ട് ചെയ്യുമ്പോഴും പ്രൈമറി ബ്രോങ്കിയോൾ ഉണ്ട്, സെക്കൻഡറി ബ്രോങ്കിയോൾ ഉണ്ട്, ടെർഷ്യറി ബ്രോങ്കിയോൾ ഉണ്ട്, ബ്ലാ 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 അപ് ടു ടെർമിനൽ ബ്രോങ്കിയോൾ. ടെർമിനൽ ബ്രോങ്കിയോൾ കഴിയുമ്പോൾ പിന്നെയുള്ള സ്ട്രക്ചേഴ്സിന് ഒരു പ്രത്യേകതയുണ്ട്. സോ ഐ വിൽ സേ ദ സ്ട്രക്ചേഴ്സ്. റെസ്പിറേറ്ററി ബ്രോങ്കിയോൾ. ഈ റെസ്പിറേറ്ററി ബ്രോങ്കിയോൾ നേരെ ചെന്ന് സ്പ്ലിറ്റ് ചെയ്തിട്ട് it's going to form alveolar duct. ഈ alveolar duct നേരെ ചെന്ന് ആൽവിയോളയിലേക്ക് ഒരു ഇറഗുലർ, കംപ്ലീറ്റ്ലി വാസ്കുലറൈസ്ഡ് ആയിട്ടുള്ള ഈ ഒരു ഇറഗുലർ സാക്ക് ലൈക്ക് സ്ട്രക്ചറിലേക്ക് ചെല്ലുന്നു. ദാറ്റ് ഈസ് ആക്ച്വലി ആൽവിയോളൈ. അപ്പോഴാണ് ചോദ്യം, വാട്ട് ഈസ് ദ പെക്യൂലിയാരിറ്റി ഓഫ് റെസ്പിറേറ്ററി ബ്രോങ്കിയോൾ, ആൽവിയോളാർ ഡക്ട് ആൻഡ് ആൽവിയോളൈ? എന്താ ഈ 3 കാര്യങ്ങൾ ഞാൻ സ്പെസിഫിക് ആയിട്ട് പറഞ്ഞേ? ദീസ് 3 regions are called as something. This is a region that is capable of, this region is capable of, പറഞ്ഞോടാ, this region is capable of, yes, it is capable of exchange of gases. Respiratory bronchiole,
alveolar duct and alveoli. ഇവിടെ gas exchange നടക്കും, which is called as the exchange zone എന്ന് നമ്മൾ വിളിക്കും അല്ലേ. It's called as an exchange zone. Whereas all the rest of the part നമ്മൾ nostril തൊട്ട് terminal bronchiole വരെ പഠിക്കുന്ന regionsന് എന്തില്ല? Yes, there is no exchange. It is called as a conducting zone of the conducting zone of the respiratory system. So this is a very important concept, exchange zone and conducting zone. Conducting zone എവിടെ വരെയാണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയും from the nostril to the terminal bronchiole. എവിടെയാണ് exchange zone സ്റ്റാർട്ട് ചെയ്യുക? Respiratory bronchiole, alveolar duct and the alveoli. ഇനി ഒരു കുഞ്ഞു ചോദ്യമുണ്ട്, എല്ലാവരും റെഡി ആയിട്ട് പറയാം. ടെർമിനൽ ബ്രോങ്കിയോളിൽ will you find C-shaped cartilaginous ring? Will you find C-shaped cartilaginous ring in the terminal bronchiole? C-shaped cartilaginous ring എവിടെ വരെയാണുള്ളത്? ടെർമിനൽ ബ്രോങ്കിയോളിൽ C-shaped cartilaginous ring ഉണ്ടോ? നമുക്കറിയാം ട്രക്കിയയിലുണ്ട്, പ്രൈമറി ബ്രോങ്കയിലുണ്ട്, സെക്കൻഡറി ബ്രോങ്കയിലുണ്ട്, ടെർഷ്യറി ബ്രോങ്കയിലുണ്ട്. ബ്രോങ്കിയോൾസിലുണ്ടോ? ഇൻഷ്യൽ ബ്രോങ്കിയോൾസിലുണ്ട്, പക്ഷേ there is no cartilaginous ring in terminal bronchiole. ടെർമിനൽ ബ്രോങ്കിയോളിലേക്ക് നമ്മൾ cartilaginous ring കാണില്ല. അപ്പോൾ cartilaginous ring എവിടം വരെയാണുള്ളതെന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ആലോചിക്കണം, ഇറ്റ് ഈസ് ഓൺലി അപ് ടു ദി ഇൻഷ്യൽ ബ്രോങ്കിയോൾസ്. ആദ്യത്തെ കുറച്ച് ബ്രോങ്കിയോൾസ് വരെ you have your cartilaginous ring. So ഇത്രയും പറയുമ്പോഴേക്കും the parts of respiratory system കഴിഞ്ഞു. അപ്പോൾ നമുക്ക് പെട്ടെന്ന് ഇതേ പടത്തിലൂടെയൊക്കെ പോവാം. നമ്മുടെ NCERT ഡയഗ്രാം ആണ്. സോ ഹിയർ എപ്പിഗ്ലോട്ടിസ്, ലാരിങ്സ്, ട്രക്കിയ സ്പ്ലിറ്റ് ചെയ്യുന്നത് 5th thoracic vertebrae അവിടെ വെച്ചിട്ടാണ്. ദെൻ പ്രൈമറി ബ്രോങ്കൈ, പിന്നെ അതെന്ത് ചെയ്യുന്നു? സ്പ്ലിറ്റ് ചെയ്ത് യു ഹാവ് സെക്കൻഡറി ബ്രോങ്കൈ, ടെർഷ്യറി ബ്രോങ്കൈ, പ്രൈമറി ബ്രോങ്കിയോൾസ്, ഇൻഷ്യൽ ബ്രോങ്കിയോൾസ് അപ് ടു ടെർമിനൽ ബ്രോങ്കിയോൾ. അത് കഴിയുമ്പോൾ റെസ്പിറേറ്ററി ബ്രോങ്കിയോൾ, alveolar duct, alveoli, and you have the conducting zone, you have the exchange zone. അല്ലേ മക്കളെ? യെസ്. നൗ ദ സ്റ്റെപ്സ് ഇൻ റെസ്പിറേഷൻ. ഇതാണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്തപ്പോൾ തന്നെ പറഞ്ഞത്. എന്തൊക്കെയാണ് റെസ്പിറേഷനിലുള്ള സ്റ്റെപ്പ് നമ്മൾ പറഞ്ഞു. സോ ഇഫ് യു ഹാവ് ടു ടേക്ക് എയർ ഇൻ ടു ദ ടിഷ്യൂവിൽ റെസ്പിറേഷൻ നടക്കണമെങ്കിൽ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ട്രാൻസ്പോർട്ട് ഓഫ് എയർ ഇൻ ടു ലങ്സ് നടത്തണം. ലങ്സിന്റെ അവിടെ വെച്ച് ആൽവിയോളയിൽ നിന്ന് ബ്ലഡ് വെസലിലേക്ക് ഓക്സിജനും തിരിച്ച് കാർബൺ ഡൈ ഓക്സൈഡും ഡിഫ്യൂസ് ചെയ്യണം. അവിടെ നിന്ന് അതിനെ ട്രാൻസ്പോർട്ട് ചെയ്യണം ബ്ലഡ് വെസൽ വഴി ടു ദ ടിഷ്യൂവിൽ പിന്നെയും എക്സ്ചേഞ്ച് നടക്കണം. ദെൻ ഓൺലി റെസ്പിറേഷൻ ഹാപ്പൻ. സോ ദീസ് ആർ ദ സ്റ്റെപ്സ് ഓഫ് റെസ്പിറേഷൻ. ദെൻ ലെറ്റ്സ് ഡു സം ക്വസ്റ്റ്യൻസ് ഫ്രം ദ ഇനിഷ്യൽ പാർട്ട്. സെറ്റ് അല്ലേ? എല്ലാവരും പടപടാന്ന് ഉത്തരം പറഞ്ഞോ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ഭയങ്കര കോഴിത്തരമാണല്ലോ ആ ക്ലാസ്സില്. മക്കളെ പഠിക്കാനല്ലേ ഇരിക്കുന്നേ, ഈ വർഷം നീറ്റ് എഴുതി എടുക്കണ്ടേ? യെസ്. Which of the following is not the major function of conducting part of respiratory system? Exchange conducting part ന്റെ ജോലി അല്ല അല്ലേ. It do not provide any surface of diffusion. So answer is 4. Next question. Thoracic chamber is formed of A by vertebral column, B by sternum. So we will go to the thoracic chamber. Thoracic chamber നമ്മൾ എടുത്തില്ല അല്ലേ. So let it be there. ഈ question ചെയ്തോ. Find the mismatch pair regarding the description of various structures of respiratory passage. So you can do this question. Question number 3. Mismatched ഏതാണ്? അനഘ പേര് വിളിച്ചിരിക്കുന്നു. ഇനി ആൻസർ പറയൂ. യെസ്. ലാരിംഗ് സൗണ്ട് ബോക്സ് ആണ്, കാർട്ടിലേജിയസ് സ്ട്രക്ചർ ആണ്. ട്രക്കിയ സ്ട്രേറ്റ് ട്യൂബ് ആണ്, എക്സ്റ്റെൻഡ് അപ് ടു മിഡ് തൊറാക്സിക് ക്യാവിറ്റി കറക്റ്റ് ആണ്. പ്രൈമറി ബ്രോങ്കൈ ബ്രാഞ്ച് ഓഫ് ട്രക്കിയ ആണ്, പക്ഷേ ഓൺ ദ ലെവൽ ഓഫ് 5th thoracic vertebrae. So answer is third option, which is wrong. So now we are going to the breathing part. അപ്പൊ ശരി, നമ്മൾ സ്ട്രക്ചർ പഠിച്ചു, റെസ്പിറേറ്ററി സ്ട്രക്ചർ അല്ലേ. പക്ഷെ ഇനി നമുക്ക് അറിയാനുള്ള ഒരു കുഞ്ഞു കാര്യമുണ്ട്. അതാണ്
നമ്മുടെ ഈ റെസ്പിറേറ്ററി സ്ട്രക്ചറായ ലങ്സ് അത് സ്പോഞ്ച് പോലെയാണ് അല്ലേ മക്കളെ? എന്ന് പറഞ്ഞാൽ അതിന് സ്വന്തമായി കോൺട്രാക്റ്റോ റിലാക്സോ ചെയ്യാൻ പറ്റില്ല. സോ അതിന് സ്വന്തമായിട്ട് എയറിനെ സക്ക് ചെയ്യാനോ സക്ക് ഔട്ട് ചെയ്യാനും പറ്റില്ല. സോ ബേസിക്കലി വി ആർ ഗോയിങ് ടു ഹാവ് എ ചേംബർ ഇൻ വിച്ച് ദിസ് ലങ്സ് ഈസ് ലൊക്കേറ്റഡ്. ശരിക്കും ഒരു പ്ലാസ്റ്റിക് കുപ്പിയിനകത്ത് ബലൂൺ വെച്ചിരിക്കുന്ന പോലെയാണ്. സോ വെനെവർ യു ചേഞ്ച് ദ വോളിയം ഓഫ് ദി bottle, you can actually make air enter into the balloon. അതുപോലെ തന്നെ you have an airtight chamber which is inside which you have your lungs located. അപ്പോൾ ഈ airtight chamber ആണ് നമ്മളുടെ thoracic chamber എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ thoracic chamberന്റെ ബൗണ്ടറീസ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ലെറ്റ്സ് സ്റ്റാർട്ട് വിത്ത് ദ വെൻട്രൽ പാർട്ട്. നമുക്കറിയാം എർത്തിനെ ഫേസ് ചെയ്യുമ്പോൾ 4 കാലിൽ നിൽക്കുമ്പോൾ എർത്തിനെ ഫേസ് ചെയ്യുന്ന പാർട്ടാണ് വെൻട്രൽ. സോ വെൻട്രൽ you have sternum and of course ribs going to the sides. ഈ റിബ്സ് നേരെ നമുക്കറിയാം ചെന്ന് അറ്റാച്ച് ചെയ്യുന്നത് ഡോർസലി ഉള്ള thoracic വെർട്ടിബ്രയോടാണ്. അപ്പോ വെൻട്രൽ ഏതാണെന്നറിയാം, ഡോർസൽ ഏതാണെന്നറിയാം, സൈഡിൽ ആരാണെന്നറിയാം. ഇനി നമുക്കറിയാവുള്ളത് പോസ്റ്റീരിയറും ആന്റീരിയറും. ആന്റീരിയർ നമുക്ക് നെക്കും കോളർ ബോണും ഉണ്ട്. സോ ആന്റീരിയർ യു ഹാവ് നെക്ക് ആൻഡ് കോളർ ബോൺ. ആൻഡ് പോസ്റ്റീരിയർ നമുക്കുള്ളത് ആരാണ്? നമുക്കുള്ളത് ഡയഫ്രം എന്ന് പറയുന്ന മസ്കുലർ സ്ട്രക്ചർ ആണ് അല്ലെ. സോ യു ഹാവ് these the boundaries of your thoracic chamber and it is an airtight chamber. അപ്പോൾ airtight ആവണമെങ്കിൽ also think ribsനിടയിൽ മസിൽസ് ഉണ്ട് which is called as intercostal muscles. ഈ ഇന്റർകോസ്റ്റൽ മസിൽസ് കൂടെ വരുമ്പോഴേ ശരിക്കും പറഞ്ഞാൽ നമുക്ക് എന്ത് പറയാൻ പറ്റുള്ളൂ, ഇതൊരു കംപ്ലീറ്റ് എയർടൈറ്റ് ചേംബർ ആയി എന്ന് പറയാൻ പറ്റുള്ളൂ. സോ നൗ വിത്ത് ദ ഹെൽപ്പ് ഓഫ് ദിസ് എയർടൈറ്റ് ചേംബർ, ഈ ചേംബറിന്റെ വോളിയം ചേഞ്ച് ചെയ്യുമ്പോഴാണ് ലങ്സിലേക്ക് എയർ എന്ത് ചെയ്യുക, കയറുകയോ ഇറങ്ങുകയോ ചെയ്യുന്നത്. സോ ലെറ്റ്സ് ഡിസ്കസ് അബൌട്ട് ദ മെക്കാനിസം ഓഫ് ബ്രീതിങ്. അപ്പൊ ആദ്യമേ ബ്രീത്തിങ് പ്രോസസ് നമുക്ക് എല്ലാവർക്കും ഒന്നിച്ച് പറഞ്ഞു നോക്കാം. എടാ നമ്മൾ ബ്രീത്ത് ഇൻ ചെയ്യുകയാണ്, എന്താ സംഭവിക്കുന്നത് നമുക്കറിയാം. കീപ് യുവർ ഹാൻഡ് ഓൺ യുവർ ചെസ്റ്റ് ആൻഡ് ഇഫ് യു ബ്രീത്ത് ഇൻ, നമ്മുടെ റിബ്സും സ്റ്റേണും അപ്വേർഡും ഫോർവേഡും മൂവ് ചെയ്യും അല്ലെ. അതിന് കാരണം ഇവിടെയുള്ള എക്സ്റ്റേണൽ ഇന്റർകോസ്റ്റൽ മസിൽസ് കോൺട്രാക്ട് ചെയ്തപ്പോൾ റിബ്സ് സ്റ്റേണവും ഫോർവേഡും അപ്വേർഡും മൂവ് ചെയ്തു. അറ്റ് ദ സെയിം ടൈം നമ്മുടെ ഡയഫ്രം കോൺട്രാക്ട് ചെയ്ത് താഴേക്ക് മൂവ് ചെയ്തു. അപ്പൊ സിംപ്ലി എക്സ്റ്റേണൽ ഇന്റർകോസ്റ്റൽ കോൺട്രാക്ട് ചെയ്തപ്പോ നമ്മുടെ ഡോർസോവെൻട്രൽ ഡയമെൻഷൻ കൂടി. അതുപോലെ ഡയഫ്രം കോൺട്രാക്ട് ചെയ്തപ്പോ ആൻട്രോപോസ്റ്റീരിയർ ഡയമെൻഷനും കൂടി. സോ ബേസിക്കലി വോളിയം ഇൻക്രീസ് ചെയ്തു. ആൻഡ് വോളിയം ഇൻക്രീസ് ചെയ്താൽ പ്രഷർ കുറയും. ദാറ്റ് കോസസ് ദ എയർ ഫ്രം ഔട്ട്സൈഡ് പ്രഷർ കൂടുതലാണ്, അവിടെ നിന്ന് ഇൻസൈഡ് ലങ്സിലേക്ക് എയർ പുഷ് ഇൻ ചെയ്യും, വിച്ച് ഇസ് കോൾഡ് ആസ് ഇൻസ്പിറേഷൻ. So what happens during an inspiration? They ശ്രദ്ധിച്ചോ, ഇൻസ്പിറേഷൻ എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് എ പ്രോസസ് ബൈ വിച്ച് യു ബ്രീത്ത് ഇൻ എയർ. എന്ത് സംഭവിക്കും? യൂഷ്വലി വെൻ യു ബ്രീത്ത് ഇൻ എയർ എക്സ്റ്റേണൽ ഇന്റർകോസ്റ്റൽ കോൺട്രാക്ട് ചെയ്യും, ഡയഫ്രം കോൺട്രാക്ട് ചെയ്യും. എക്സ്റ്റേണൽ ഇന്റർകോസ്റ്റൽ കോൺട്രാക്ട് ചെയ്യുമ്പോൾ ഡോർസോവെൻട്രൽ ഡയമെൻഷൻ കൂടുന്നു. ഡയഫ്രം കോൺട്രാക്ട് ചെയ്യുമ്പോൾ ഇറ്റ് ഗോസ് ഡൗൺ ആൻഡ് ഫ്ലാറ്റ് ആവും. സോ ആൻട്രോപോസ്റ്റീരിയർ ഡയമെൻഷൻ കൂടി, വോളിയം കൂടി, പ്രഷർ കുറഞ്ഞു. The air is taken in. And what happens during expiration? Just the opposite. അപ്പോൾ എന്റെ മക്കളെ എല്ലാവരും പറഞ്ഞു നോക്കിയേ, what happens during expiration? External intercostal relax ചെയ്തു, ഡോർസോവെൻട്രൽ ഡയമെൻഷൻ കുറഞ്ഞു. ഡയഫ്രം റിലാക്സ് ചെയ്ത് മുകളിലേക്ക് മൂവ് ചെയ്തു, അപ്വേർഡ് മൂവ് ചെയ്തു, ആൻട്രോപോസ്റ്റീരിയർ ഡയമെൻഷൻ കുറഞ്ഞു. അപ്പോൾ വോളിയം കുറഞ്ഞു, പ്രഷർ കൂടി, and the air is expelled out. Which among this process is passive process? Question, very important question. ഇതിൽ ഏതാണ് പാസീവ് പ്രോസസ്? ഇൻസ്പിറേഷൻ ആണോ എക്സ്പിറേഷൻ ആണോ? Which is passive process? പാസീവ് എന്ന് പറഞ്ഞാൽ
It's actually relaxation. Yes, and it is your expiration which is a relaxation process. അല്ലെ, external intercostal relax ചെയ്യുന്നു, diaphragm relax ചെയ്യുന്നു. So basically expiration is a passive process, energy ആവശ്യമില്ല. Whereas inspiration is an active process. പക്ഷേ ഇവിടെ ഒരു ചെറിയ ട്വിസ്റ്റ് ഉണ്ട്. ഇത് നമ്മുടെ നോർമലിന്റെ കാര്യമാണ് പറയുക കേട്ടോ. നിങ്ങൾ എഴുതുമ്പോൾ എക്സ്പിറേഷൻ എഴുതി എല്ലാം തെറ്റാന്ന് ഞാൻ പറയും. കാരണം നോർമൽ എക്സ്പിറേഷൻ ഇസ് പാസീവ്. പക്ഷെ നിങ്ങൾ ഫോഴ്സ്ഫുള്ളി എക്സ്പയർ ചെയ്യുകയാണെങ്കിൽ നിങ്ങളുടെ വയറ്റിൽ കൈ വെച്ചിട്ട് നിങ്ങൾ ഫോഴ്സ്ഫുള്ളി എക്സ്പയർ ചെയ്തേ, യു വിൽ സീ ദ മസിൽസ് ഓഫ് യുവർ സ്റ്റൊമക് വിൽ കോൺട്രാക്ട്. അല്ലെ, അബ്ഡോമിനൽ മസിൽ കോൺട്രാക്ട് ചെയ്യും. സിക്സ് പാക്ക് ഒക്കെ ഉണ്ടെങ്കിൽ സിക്സ് പാക്ക് ഒക്കെ കോൺട്രാക്ട് ചെയ്യും മക്കളെ. ബിക്കോസ് ബേസിക്കലി a forced expiration is really a active process. അപ്പൊ ശ്രദ്ധിക്കുക, നോർമൽ എക്സ്പിറേഷൻ ആണ് പാസീവ് പ്രോസസ്. ഫോഴ്സ്ഡ് എക്സ്പിറേഷനിൽ അബ്ഡോമിനൽ മസിൽസ് ഒക്കെ കോൺട്രാക്ട് ചെയ്യും. സോ ഇറ്റ് ഈസ് എ ആക്റ്റീവ് പ്രോസസ്. ഇസ് ഇറ്റ് ക്ലിയർ ഫോർ യു? അപ്പോൾ ദിസ് ഇസ് വെരി സിമ്പിൾ ക്വസ്റ്റ്യൻ ബട്ട് ഇറ്റ് ഇസ് ഫ്രീക്വന്റ്ലി ആസ്ക്ഡ്. അപ്പൊ നമ്മൾ മെക്കാനിസം ഓഫ് ബ്രീത്തിങ് ആണ് ഇപ്പോൾ ഡിസ്കസ് ചെയ്തത്. സോ ഹൗ ഡു ഇൻസ്പിറേഷൻ ഹാപ്പൻസ്, ഹൗ ഡു എക്സ്പിറേഷൻ ഹാപ്പൻസ്. സോ നൗ ടെൽ മീ, ഇൻസ്പിറേഷന്റെ സമയത്ത്, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇസ് ദിസ്, ഇൻസ്പിറേഷന്റെ സമയത്താണോ എക്സ്പിറേഷന്റെ സമയത്താണോ നമുക്ക് നെഗറ്റീവ് പ്രഷർ തൊറാക്സിക് ചേംബറിനകത്ത് ഉണ്ടാവുക? നെഗറ്റീവ് പ്രഷർ ഏത് കേസിലാണ് ഉണ്ടാവുന്നത്? ഡ്യൂറിങ് ഇൻസ്പിറേഷൻ ഓർ എക്സ്പിറേഷൻ? സൂര്യനാരായണൻ, ഫാമിലി ബാക്ക് ഉണ്ടെങ്കിലും അതിനകത്തുള്ള അബ്ഡോമിനൽ മസിൽ കോൺട്രാക്ട് ചെയ്യും. ചിലപ്പോൾ നിനക്ക് തൊട്ടാൽ അബ്ഡോമിനൽ മസിലിനെ തിരിച്ചറിയാൻ പറ്റില്ലെന്നേ ഉള്ളൂ. യെസ്, ഡ്യൂറിങ് ഇൻസ്പിറേഷൻ ആണ് നമുക്ക് നെഗറ്റീവ് പ്രഷർ ഉണ്ടാവുക. എഗെയിൻ അനദർ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്, നെഗറ്റീവ് തൊറാക്സിക് പ്രഷർ എപ്പോഴാണ് ഉണ്ടാവുക എന്ന് തന്നെ. പ്രഷർ തൊറാക്സിക് ചേംബറിൽ എപ്പോഴാണ് കുറയുന്നതെന്നേ ഇതിന്റെ അർത്ഥമുള്ളൂ. ആൻഡ് ഇറ്റ് ഈസ് ഡ്യൂറിങ് ഇൻസ്പിറേഷൻ നെഗറ്റീവ് എന്ത് പറ്റും? ഇൻട്രാ തൊറാക്സിക് പ്രഷർ വരും. സോ ദാറ്റ്സ് ഇറ്റ്. നൗ we go to the very important lung volumes and capacity. അപ്പൊ നമ്മള് സാധാരണയുള്ള ബ്രീത്തിങ്ങിന്റെ കഥയൊക്കെ പറഞ്ഞു, എങ്ങനെ ഇൻസ്പിറേഷൻ നടക്കുന്നു, എങ്ങനെ എക്സ്പിറേഷൻ നടക്കുന്നു എങ്കിൽ പല രീതിയിൽ ബ്രീത്ത് ചെയ്യാം. സോ ഈ ഗ്രാഫ് വരച്ചാണ് നമ്മളത് പഠിക്കുക അല്ലെ. എല്ലാവർക്കും ഈ ഗ്രാഫ് ഓർമ്മ ഉണ്ടാവും. സോ യെസ്, നമ്മൾ നോർമലി ബ്രീത്ത് ചെയ്യുമ്പോൾ the volume of air that you inspire or expire during a normal breathing. So ഞാൻ കുറച്ച് വരയൊക്കെ വരച്ച് നേരത്തെ സെറ്റ് ആക്കട്ടെ. ഓക്കെ, അപ്പൊ ഞാൻ വരയ്ക്കാണ്. ആദ്യം നോർമലി ബ്രീത്ത് ഇൻ ആൻഡ് ബ്രീത്ത് ഔട്ട് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന വോളിയത്തിനെയാണ് ടൈഡൽ വോളിയം എന്ന് പറയുന്നത്, വിച്ച് ഇസ് 500 ml അല്ലെ മക്കളെ. എന്നിട്ട് നമ്മൾ പറയും, എന്നാലും നമ്മൾ നോർമൽ എക്സ്പിറേഷൻ കഴിഞ്ഞ് നോർമലി ഇൻസ്പയർ ചെയ്ത ശേഷം അഡീഷണൽ വോളിയം ഓഫ് എയർ, ഞാൻ കുറച്ചും കൂടെ ഫോഴ്സ്ഫുള്ളി എയറിനെ ബ്രീത്ത് ചെയ്യാണ്. ഞാൻ ഫോഴ്സ്ഫുള്ളി ബ്രീത്ത് ചെയ്യുമ്പോൾ അഡീഷണൽ വോളിയം ഓഫ് എയർ ദാറ്റ് ഐ ഹാവ് ഇൻസ്പയർഡ് ഇസ് കോൾഡ് ആസ് എ ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം വിച്ച് ഇസ് ഈക്വൽ ടു 2500 to 3000 ml. അപ്പൊ നിങ്ങളോട് ഡെഫിനിഷൻ ചോദിച്ചാൽ നിങ്ങൾ ക്ലിയർ ആയി പറയണം. ഇത്രയുമാണ് the amount of air that a person breathe forcefully after എന്തായിരുന്നു? നോർമൽ ഇൻസ്പിറേഷൻ. നോർമൽ ഇൻസ്പിറേഷൻ കഴിഞ്ഞ് എത്രമാത്രം എയർ ഫോഴ്സ്ഫുള്ളി ബ്രീത്ത് ചെയ്തു. ഇനി ഇയാള് പിന്നെയും നോർമലിലേക്ക് റിട്ടേൺ ചെയ്യുന്നു, പിന്നെ നോർമലി ഇൻസ്പയർ ചെയ്തു, നോർമലി എക്സ്പയർ ചെയ്തു, അത് കഴിഞ്ഞ് കുറച്ച് അഡീഷണൽ വോളിയം ഓഫ് എയറിനെ എക്സ്പയർ ചെയ്തു. The additional volume of air forcefully expired after normal expiration കഴിഞ്ഞ് എത്ര ഫോഴ്സ്ഫുള്ളി എക്സ്പയർ ചെയ്തു, വിച്ച് ഇസ് എക്സ്പിറേറ്ററി റിസർവ് വോളിയം വിച്ച് ഇസ് ഈക്വൽ ടു 1100. മാക്സിമം ആണ് എഴുതിയേക്കുന്നത് 1100. ആൻഡ് ദെൻ ഈവൻ നിങ്ങൾ എത്ര എക്സ്പയർ ചെയ്ത് കഴിഞ്ഞാലും കുറച്ച് എയർ ലങ്സിനകത്ത് തന്നെ റിമൈൻ ചെയ്യും. നിങ്ങൾക്ക് എങ്ങനെയാണെങ്കിലും അതിനെ ശ്വാസത്തിൽ കൂടെ വെളിയിൽ കളയാൻ പറ്റൂല, വിച്ച് ഇസ് കോൾഡ് ആസ് റെസിജ്വൽ വോളിയം. റെസിജ്വൽ വോളിയം ആണ് 1200 മാക്സിമം വരുന്നത്. ഓക്കെ, സോ ദീസ് ലങ് വോളിയംസ് ആർ വെരി ഇമ്പോർട്ടന്റ്. കാരണം ഈ ലങ് വോളിയംസ് അറിയാമെങ്കിൽ ലങ് കപ്പാസിറ്റി നമുക്ക് അറിയാം അല്ലെ. ഫസ്റ്റ് ലങ് കപ്പാസിറ്റി ഞാൻ പറയാൻ പോകുന്നതാണ്
നമ്മുടെ ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി എന്ന് പറയുമ്പോൾ ഇവിടം തൊട്ട് ഇവിടം വരെ ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി ഈസ് ടൈഡൽ വോളിയം പ്ലസ് ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം. That is the amount of air a person forcefully inspire after normal expiration. Normal expiration കഴിഞ്ഞാൽ എത്രയും ഇൻസ്പയർ ചെയ്യാൻ പറ്റും. Likewise, ദേ കിടക്കുന്നു നമ്മുടെ expiratory capacity, which is equal to tidal volume plus expiratory reserve volume. The amount of air a person can forcefully expire after normal inspiration. And then you have vital capacity. ഇവിടം തൊട്ട് ഇവിടം വരെ vital capacity, which is equal to inspiratory reserve volume plus tidal volume plus expiratory reserve volume. Maximum volume of air a person can breathe in after a forced expiration. അല്ല എങ്കിൽ തിരിച്ചും പറയാം, maximum volume of air a person can expire after a forced inspiration. Either way, it is called as vital capacity. Then you have one more capacity, functional residual capacity. എന്ന് പറയുമ്പോൾ എക്സ്പിറേറ്ററി റിസർവ് വോളിയം പ്ലസ് റെസിജ്വൽ വോളിയം. റെസിജ്വൽ എപ്പോഴും ലെങ്സിൽ കിടക്കുന്നതാണ്. അപ്പോൾ ഡെഫിനിഷൻ എങ്ങനെ വരും? ദ എമൗണ്ട് ഓഫ് എയർ ദാറ്റ് റിമൈൻസ് ഇൻ ദ ലെങ്സ്, ലെങ്സിൽ തന്നെ കിടക്കുകയാണ്. ഏത് കഴിയുമ്പോൾ? ആഫ്റ്റർ എ നോർമൽ എക്സ്പിറേഷൻ. നോർമൽ എക്സ്പിറേഷൻ കഴിഞ്ഞപ്പോൾ എത്രമാത്രം എയറിൽ ലെങ്സ് കിടപ്പുണ്ട്, എയറിൽ ലെങ്സിൽ എത്ര എയർ കിടപ്പുണ്ട്, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? Functional residual capacity എന്ന് വിളിക്കുക. And finally you go for the total length capacity. ദേ ഇവിടം തൊട്ട് ഇവിടം വരെ amount of air that remain in the lungs after a forced inspiration. Forced inspiration കഴിയുമ്പോൾ എത്രമാത്രം എയർ ലെങ്സിലുണ്ട്, which is called as a total lung capacity. So you just have to study all these volumes and have to know what is these capacities. അപ്പോൾ നമുക്ക് കപ്പാസിറ്റിയുടെ വാല്യൂ ആയിട്ട് ആസ്വദിച്ച് പഠിക്കേണ്ട കാര്യമില്ല. വാല്യൂ പഠിക്കേണ്ടത് വോളിയംസ് മാത്രമാണ്. പക്ഷെ എല്ലാ ഡെഫിനിഷൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, എല്ലാ ഡെഫിനിഷനിലും ആഫ്റ്റർ വാട്ട് എന്നൊരു ചോദ്യമുണ്ട്. സോ അതിനു വേണ്ടിയാണ് നമ്മൾ ഗ്രാഫ് വരയ്ക്കുക. ഇൻസ്പിറേറ്ററി, ഫോർ എക്സാമ്പിൾ ഇൻസ്പിറേറ്ററി കപ്പാസിറ്റി വരുമ്പോൾ ഫോഴ്സ്ഫുള്ളി എക്സ്പയർ ചെയ്യുന്നതാണ്, പക്ഷെ ആഫ്റ്റർ നോർമൽ എക്സ്പിറേഷൻ ആണ്. നേരെ തിരിച്ച് ഇൻസ്പിറേറ്ററി റിസർവ് വോളിയം ആവുമ്പോൾ ഇറ്റ് ഈസ് ഫോഴ്സ്ഫുള്ളി ഇൻസ്പയർഡ് ആണ്, ആഫ്റ്റർ പക്ഷെ നോർമൽ ഇൻസ്പിറേഷൻ ആണ്. സോ സച്ച് സ്മോൾ മൈന്യൂട്ട് തിങ്സ് യു ഹാവ് ടു ബി വെരി കെയർഫുൾ ഓഫ്. കാരണം ഇതാണ് നമുക്ക് സ്ഥിരമായി എക്സാംസിനെ ചോദിച്ചിട്ട് കുറച്ച് കൺഫ്യൂഷൻ ഉണ്ടാവുക. സോ ലെറ്റ്സ് ഗോ ഫോർ സം ക്വസ്റ്റ്യൻസ്. ദാറ്റ് ആർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. ആൻഡ് ശ്രദ്ധിക്കുക, എല്ലാ നീറ്റ് എക്സാമിനും alternate ആയിട്ട് ചോദിക്കുന്ന ഒരു ഏരിയ ആണ് lung volume and capacity. So let's see. First question. ശ്രദ്ധിച്ചോടാ. Select the correct event that occurred during inspiration. ആൻസർ പോരട്ടെ. പോയെല്ലാരും. Select the correct event that occurs during inspiration. Contraction of diaphragm? Yes. Contraction of external intercostals? Yes. Pulmonary volume decreases? Yes. Intrapulmonary pressure increases? Sorry. Inspiration ആണ് ചോദിച്ചത്. Pulmonary volume increases and intrapulmonary pressure decreases. ഇവിടെ രണ്ടും തെറ്റാണ്. So we can say answer is 1 and 2, 4. Question number 5. Tidal volume and expiratory reserve volume of an athlete is. TV തന്നിട്ടുണ്ട്, expiratory reserve volume തന്നിട്ടുണ്ട്. What is the expiratory capacity ആണ് ചോദിച്ചിരിക്കുന്നത്. വേഗം ആയിക്കോട്ടെ, കണ്ണും പൂട്ടി ഉത്തരം പറയാം. Expiratory capacity. Even if residual volume is given here, expiratory capacity is just the addition of these two, which is 1500. Next question. Match the given column 1 and 2 and select the correct option.
Match the items in column 1 to 2 and select the correct option. Yes, tidal volume namakkariyam 500 ml. A3 varunu, A3 varuna രണ്ട് options. I can just go like this. അടുത്ത നമുക്ക് തന്നിരിക്കുന്നത് inspiratory reserve volume ആണ്, which is 2500. So B1 വരുന്നു, B1 വരുന്നു, ഒറ്റ ഓപ്ഷനേ ഉള്ളൂ. ആൻസർ is 1. We can just see expiratory reserve volume എന്ന് പറയുന്നത് 2100 and residual volume is 1100 to 1200. Answer is 2. Question number 7. Lungs are made up of air-filled sacs called as alveoli. They do not collapse even after a forced expiration because of. Yes, because there is some air that remains in the lungs after forceful expiration. It's called as residual volume. Question number 8. Respiration involves the following steps. Identify the option that's shown wrong. So let's check. Respiration involves the following step. Find the option that is shown wrong. Breathing or pulmonary ventilation. Yes, diffusion of gases. Yes, transport of gases by blood. Yes, diffusion of oxygen and carbon dioxide across the tissue. Yes, utilization of carbon dioxide by catabolic reaction and resultant release of oxygen. Utilization of oxygen and release of carbon dioxide. Only 5 is false. Answer is 4. Vital capacity is. What is vital capacity? Direct question. Yes, tidal volume plus inspiratory reserve volume plus expiratory reserve volume. Yes, answer is 2. Now, നമ്മൾ എന്ത് ചെയ്തു? നമ്മുടെ ലങ്സ് വരെ നമ്മുടെ എയറിനെ എത്തിച്ചു. ഇനിയാണ് നമ്മുടെ ടാസ്ക്. ഈ ആൽവിയോളയിൽ നിന്നും നമുക്ക് എന്ത് ചെയ്യണം? ഇതിനെ ബ്ലഡ് വെസലിലേക്ക് എക്സ്ചേഞ്ച് ചെയ്യണം, അല്ലേ? സോ എക്സ്ചേഞ്ച് ഓർ ഡിഫ്യൂഷൻ ഓഫ് ഗ്യാസസ്. സോ നെക്സ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് ഹൗ ദ ഗ്യാസ് ഡിഫ്യൂസ് ഫ്രം ദി ആൽവിയോളൈ into the blood vessel. അപ്പോൾ അതിന് കുറച്ച് റീസൺസ് ഉണ്ട്. And the first reason is of course the thin membrane. എന്തുകൊണ്ട് സ്കിന്നിൽ കൂടെ നടക്കുന്നില്ല? എന്തുകൊണ്ട് നമ്മുടെ സ്കിന്നിൽ കൂടെ നടക്കുന്നില്ല? എന്തുകൊണ്ട് ആൽവിയോളെ നടക്കുന്നു? കാരണം ഇത് വളരെ തിന്നാണ്. ഇവിടെ ആകെ ആൽവിയോളയുടെ സ്ക്വാമസ് എപ്പിത്തീലിയം, അതിന്റെ ഒരു ബേസ്മെന്റ് മെംബ്രെയിൻ, അതുപോലെ ദ ബ്ലഡ് വെസലിന്റെ സ്ക്വാമസ് എപ്പിത്തീലിയം കോൾഡ് ആസ് എൻഡോത്തീലിയം, അതിന്റെ ബേസ്മെന്റ് മെംബ്രെയിൻ. ഇത്രയും ലേയേഴ്സിനെ മാത്രം ബൈപ്പാസ് ചെയ്താൽ മതി. സോ വളരെ സിമ്പിൾ ആണ്. ഇത്രയും ലേയേഴ്സ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഈസ് ലെസ് ദാൻ 1 mm എന്താണ് തിക്നെസ് ആണ് വരുന്നത്. സോ ഇറ്റ്സ് ജസ്റ്റ് ബിക്കോസ് ഇറ്റ്സ് വെരി തിൻ ഡിഫ്യൂഷൻ ഇസ് ഹാപ്പനിങ്. രണ്ടാമതൊരു റീസൺ ഉണ്ട്, വിച്ച് ഇസ് solubility of gases. അപ്പോൾ നിങ്ങളുടെ അടുത്തുള്ള ക്വസ്റ്റ്യൻ, വിച്ച് ഇസ് മോർ സോളുബിൾ, കാർബൺ ഡൈ ഓക്സൈഡ് ഓർ ഓക്സിജൻ? വിച്ച് ഇസ് മോർ സോളുബിൾ, കാർബൺ ഡൈ ഓക്സൈഡ് ഓർ ഓക്സിജൻ? ഏതാണ് ബ്ലഡിൽ മോർ സോളുബിൾ ആയിട്ടുള്ളത്? Which is showing more solubility? Which is more soluble? It is carbon dioxide, which is more soluble than oxygen. Actually oxygen less soluble ആണ്, carbon dioxide ആണ് more solubility കാണിക്കുക. പക്ഷെ പ്രശ്നം പ്രഷറിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഒത്തിരി ഒന്ന് വീക്കാണ്. The third reason
for the exchange of gas is partial pressure of oxygen and carbon dioxide. അപ്പൊ പടപടാന്ന് നിങ്ങൾ ആ വാല്യൂ പറയും. ദാറ്റ് ടേബിൾ ഇൻ ദ NCERT is very 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 important. അപ്പൊ മക്കളൊന്ന് പറഞ്ഞേ, partial pressure of oxygen and carbon dioxide. Atmosphere, in the alveoli, in oxygenated blood, in deoxygenated blood, and finally in the tissue. നമുക്ക് വാല്യൂസിലേക്ക് കടക്കാം. ഫസ്റ്റ് അറ്റ്മോസ്ഫിയറിൽ നമുക്കറിയാം ഓക്സിജൻ വളരെ കൂടുതൽ. പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ഇസ് 159 കമ്പയർഡ് ടു കാർബൺ ഡൈ ഓക്സൈഡ് ജസ്റ്റ് 0.03 അല്ലെ. അടുത്ത നമ്മൾ ആൽവിയോളിലേക്ക് എത്തുമ്പോഴേക്കും ഓക്സിജൻ കൂടി 104 ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ഇസ് ജസ്റ്റ് 40. അപ്പോഴാണ് ദേ ഓക്സിജനേറ്റഡ് ബ്ലഡിൽ. യുവർ ക്വസ്റ്റ്യൻ ഈസ് ഇൻ ഓക്സിജനേറ്റഡ് ബ്ലഡ്. സോറി, in oxygenated blood, what is the partial pressure of oxygen? Partial pressure of carbon dioxide is just 40, but oxygen is 95. And deoxygenated blood il namakkariyam carbon dioxide koodalana 45, oxygen is 40. And tissue again carbon dioxide koodal 45 and oxygen is 40. This value is very important. ഈ വാല്യൂ വെച്ച് തന്നെ നമുക്ക് പറയാൻ പറ്റും ആൽവിയോളയിൽ എത്തുമ്പോൾ എന്ത് സംഭവിക്കും. ആൽവിയോളയിൽ നിന്നും വെയിനിലേക്ക് ഓക്സിജൻ അകത്തേക്ക് കയറും, കാർബൺ ഡൈ ഓക്സൈഡ് ദാ പുറത്തേക്ക് കടക്കും. ആൻഡ് ഇറ്റ് ടേൺസ് ഇൻ ടു ആൻ ആർട്ടറി. ഓക്സിജൻ അകത്ത് കയറുമ്പോൾ ഇറ്റ് ബിക്കംസ് ആൻ ആർട്ടറി. ഈ ആർട്ടറി നേരെ ടിഷ്യൂവിലേക്ക് എത്തുമ്പോൾ നമുക്കറിയാം ടിഷ്യൂവിൽ കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാക്കുന്നുണ്ട്. സോ കാർബൺ ഡൈ ഓക്സൈഡ് ഇസ് മോർ ഇൻ ടിഷ്യൂ കമ്പയർഡ് ടു ആർട്ടറി. കാർബൺ ഡൈ ഓക്സൈഡ് അകത്ത് കയറും, നേരെ ഓക്സിജൻ ദാ ടിഷ്യൂവിലേക്ക് പുറത്തേക്ക് വരും. ആൻഡ് ഇറ്റ് അഗെയിൻ ടേൺസ് ഇൻ ടു എ വെയിൻ. സോ ദിസ് ഇസ് ഹൗ ദ ഹോൾ തിങ് ഹാപ്പൻസ്. Is it clear for you? അപ്പോൾ 3 ഫാക്ടേഴ്സ് ആണ് നമുക്ക് എന്തിനു സഹായിക്കുക, ദാറ്റ് ഹെൽപ്സ് ഇൻ ദ ഡിഫ്യൂഷൻ ഓഫ് ഗ്യാസ്. ഒന്ന് പാർഷ്യൽ പ്രഷർ ഡിഫറൻസ്, ഈ നമ്പേഴ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ദെൻ സോളബിലിറ്റി ഓഫ് ഗ്യാസ്, കാർബൺ ഡൈ ഓക്സൈഡ് ഈസ് 20 to 25 times മോർ സോളബിൾ ദാൻ ഓക്സിജൻ. പക്ഷെ അത് നമുക്കിവിടെ ഒരു വിഷയമല്ല, കാരണം പാർഷ്യൽ പ്രഷറിൽ കാർബൺ ഡൈ ഓക്സൈഡ് പിന്നിലാണ്. ആൻഡ് തിക്നെസ് ഓഫ് മെംബ്രെയിൻ നമുക്കറിയാം, ഇറ്റ് ഈസ് എ വെരി തിൻ മെംബ്രെയിൻ. ഏതൊക്കെയാണ് ആ മെംബ്രെയിൻ എന്ന് ചോദിച്ചാൽ നമ്മൾ പറയണം റിയൽ ആയിട്ട് കറക്റ്റ് ആയിട്ട് ഓർഡറിൽ. സ്ക്വാമസ് എപ്പിത്തീലിയം ഓഫ് ആൽവിയോളൈ, ബേസ്മെന്റ് മെംബ്രെയിൻ ഓഫ് ദി ആൽവിയോളൈ, ബേസ്മെന്റ് മെംബ്രെയിൻ ഓഫ് ദി എൻഡോത്തീലിയം ആൻഡ് ദി എൻഡോത്തീലിയം. 4 ലെയേഴ്സിനെ ബൈപ്പാസ് ചെയ്ത് വേണം ഗ്യാസസ് എക്സ്ചേഞ്ച് ആവാൻ. ആൻഡ് ദിസ് ലെയർ ഇസ് ജസ്റ്റ് ലെസ് ദാൻ 1 mm in thickness. അപ്പൊ ഇത്രയും പറഞ്ഞപ്പോ ഗ്യാസസിന്റെ എക്സ്ചേഞ്ച് കഴിഞ്ഞു. പക്ഷെ എക്സ്ചേഞ്ച് ചെയ്ത് ഗ്യാസ് എവിടെ എത്തിയേ? നമ്മുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് ടോപ്പിക്കിലേക്ക് എത്തി. ഗ്യാസ് എത്തിയത് ബ്ലഡിലേക്കാണ്. അപ്പോ ഈ ബ്ലഡിൽ എത്തുമ്പോഴാണ് രസം. നമുക്കറിയാം ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല, ഓക്സിജനോ കാർബൺ ഡൈ ഓക്സൈഡിനോ ചുമ്മാ ബബിൾ ആയിട്ടൊന്നും എന്ത് ചെയ്യാൻ പറ്റില്ല. ഈ അക്വേറിയത്തിൽ കാണുന്ന പോലെ ബബിൾ ആയിട്ട് നമ്മുടെ ബ്ലഡിലൂടെ പോവാൻ പറ്റില്ല. സോ ദേ ഹാവ് ടു ബി ട്രാൻസ്പോർട്ടഡ്. ആദ്യത്തെ ചോദ്യം, ഓക്സിജനെ എങ്ങനെ ട്രാൻസ്പോർട്ട് ചെയ്യുന്നു? മക്കൾ പറ. ഓക്സിജൻ ഈസ് ട്രാൻസ്പോർട്ടഡ്. നമ്മൾ എടുക്കുന്ന ബ്ലഡിലെ 97% of the oxygen is transported in the form of what? Oxygen plus hemoglobin. What is that compound called as? It's called as oxyhemoglobin. 97% ഓക്സി ഹീമോഗ്ലോബിൻ ആയിട്ടാണ് പോവുക. ഇവിടെ നമ്മൾ അറിഞ്ഞിരിക്കേണ്ട കാര്യമാണ്, ഹീമോഗ്ലോബിനിലെ ഹീം എന്ന Fe2+ അയോൺസ് ആണ് ഓക്സിജനെ കൊണ്ടുപോകുന്നത്. ആൻഡ് ഒരു ഹീമോഗ്ലോബിൻ മോളിക്യൂളിന് 4 ഓക്സിജൻ മോളിക്യൂളിനെ കൊണ്ടുപോകാൻ കഴിയും അല്ലെ. അങ്ങനെ ഓക്സി ഹീമോഗ്ലോബിൻ ഫോമില് ഓക്സിജൻ 97% പൊയ്ക്കോളും. 3% മാത്രമാണ് പ്ലാസ്മയിൽ ഡിഫ്യൂസ് ചെയ്ത് പോവുക. ഇവിടുത്തെ ഏറ്റവും വലിയൊരു പ്രത്യേകത നമ്മൾ പറയാണ്, ഓക്സിജന്റെ പാർഷ്യൽ പ്രഷർ കൂടുമ്പോൾ എന്ത് സംഭവിക്കും? ഓക്സിജൻ ഹീമോഗ്ലോബിനുമായിട്ട് ചേരുന്നത് കൂടും. നോർമൽ ലോജിക് അല്ലെ. ഓക്സിജന്റെ പാർഷ്യൽ പ്രഷർ കൂടുമ്പോൾ ഓക്സിജൻ ഹീമോഗ്ലോബിനുമായിട്ട് ചേരുന്ന കൂടും. അങ്ങനെ അതിനെ മനസ്സിലാക്കാൻ നമുക്കൊരു
ഓക്സിജൻ ഡിസോസിയേഷൻ കർവും വരച്ചു വെച്ചിട്ടുണ്ട്. ഇതിൽ പറയുന്നു ഹീമോഗ്ലോബിൻ ബൈൻഡിങ് ടു ഓക്സിജൻ എപ്പോ കൂടും? when the partial pressure of oxygen is increasing. പക്ഷെ അപ്പോഴാണ് ഒരു ചോദ്യം, ആദ്യം കുറച്ച് സ്ലോ ആണ്. ശരിക്കും എങ്ങനെയാ വരാനുള്ളത്? ഓക്സിജനെ കാണുമ്പോൾ ഓടിപ്പോയി ഹീമോഗ്ലോബിൻ ബൈൻഡ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഒരു സ്ട്രെയിറ്റ് ലൈൻ ആയിരിക്കണം. പക്ഷെ അമ്മക്ക് കിട്ടുന്നത് ആദ്യം ഏതാണ്ട് ഒരു 10 mm വരെയൊക്കെ എത്തുന്നവരെ, പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ എത്തുന്നവരെ സ്ലോ ആണ്. അത് കഴിയുമ്പോൾ സ്പീഡാവും. പിന്നെ അത് ഏതാണ്ട് ബൈൻഡിങ് 90% ആവുമ്പോ അത് ഒരു സ്ട്രെയിറ്റ് ലൈൻ ആവും. ഇറ്റ്സ് കോൾഡ് ആസ് എ സിഗ്മോയിഡ് കർവ്. ഇതിനെ സിഗ്മോയിഡ് കർവ് എന്ന് വിളിക്കും. അപ്പോഴാണ് എന്റെ ചോദ്യം, വൈ ഇറ്റ് ഈസ് എ സിഗ്മോയിഡ് കർവ്. എല്ലാരും ശ്രദ്ധിക്കുക. എന്റെ ചോദ്യം ഇത്രയേ ഉള്ളൂ, എന്തുകൊണ്ട് ഈ പോയിന്റിൽ ആഫ്റ്റർ എനിക്ക് പറയാം ഒരു പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ ഒരു 80 mm ശേഷം പിന്നെ എന്ത് സംഭവിക്കുന്നു? there is a very small amount of binding. why? വേഗം പറഞ്ഞോടാ. ഗൈസ് unnecessary chat അവോയ്ഡ് ചെയ്യണം. നോ മോർ ഓക്സിജൻ ടു ബൈൻഡ് ആണോ? ആദ്യത്തെ നമുക്ക് എത്ര പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജനും കൂട്ടാം. ഞാനൊരു ഓക്സിജൻ സിലിണ്ടർ മൂക്കിലെടുത്ത് വെച്ചിട്ട് ഓക്സിജൻ സിലിണ്ടറിന്റെ ടാപ്പ് തുറന്ന് ഒരുപാട് ഓക്സിജൻ വേണമെങ്കിൽ തരാം. ഇറ്റ്സ് നോട്ട് ബിക്കോസ് നോ മോർ ഓക്സിജൻ ഈസ് പ്രസന്റ്. ഇറ്റ്സ് ബിക്കോസ് no more hemoglobin is present. മക്കളെ കണ്ടൂടെ, ഹീമോഗ്ലോബിൻ 100% ബൈൻഡ് ആയി. there is no hemoglobin to bind. ഹീമോഗ്ലോബിൻ ഇല്ല. 90% of the hemoglobin is saturated. എന്ന് പറഞ്ഞാൽ ഹീമോഗ്ലോബിൻ ഇനി ഇല്ല. അതുകൊണ്ടാണ് ഇവിടെ സ്ട്രെയിറ്റ് ആയത്. എന്റെ ചോദ്യം, ആദ്യം ഇനിഷ്യൽ സ്റ്റേജില് പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ കൂടുമ്പോഴും ഓക്സിജൻ ബൈൻഡിങ് ടു ഹീമോഗ്ലോബിൻ സ്ലോ ആണ്. വൈ? ഇനിഷ്യലി കുറച്ച് സ്ലോ ആണല്ലേ. ഹീമോഗ്ലോബിൻ വന്നിടുന്നു, ഓക്സിജൻ വന്നിട്ടും ഹീമോഗ്ലോബിൻ ഓടിപ്പോയി ബൈൻഡ് ചെയ്യുന്നില്ല. വൈ? there is a small curve on the initial part. ഇതിനാരാ ഉത്തരം പറയുന്നത് നോക്കട്ടെ വേഗം. It is just because ഹീമോഗ്ലോബിൻ ഞാൻ പറഞ്ഞ പോലെ 4 ഓക്സിജൻ മോളിക്യൂളുമായിട്ട് ബൈൻഡ് ചെയ്യും. അതിൽ ഫസ്റ്റ് ഓക്സിജൻ മോളിക്യൂളുമായിട്ട് ബൈൻഡ് ചെയ്യാൻ ഇറ്റ് ടേക്ക് സം ടൈം. എന്നിട്ട് ഹീമോഗ്ലോബിന്റെ കോൺഫിഗറേഷൻ ചേഞ്ച് ചെയ്യും. ഈ കോൺഫിഗറേഷൻ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ റെസ്റ്റ് ഓഫ് ദി ഓക്സിജനുമായിട്ട് ബൈൻഡ് ചെയ്യാൻ പറ്റൂ. സ്റ്റാർട്ടിംഗ് ടേബിൾ അത് തന്നെയാണ്. ഫസ്റ്റ് ഓക്സിജനുമായിട്ട് ബൈൻഡ് ചെയ്യാൻ ഇറ്റ് ഈസ് ടേക്കിംഗ് സം ടൈം. ഫസ്റ്റ് ഓക്സിജൻ എല്ലാ ഹീമോഗ്ലോബിനുമായിട്ട് ബൈൻഡ് ചെയ്താൽ ഇറ്റ്സ് ഷേപ്പ് ചേഞ്ചസ്, ഇറ്റ്സ് കോൺഫിഗറേഷൻ ചേഞ്ചസ് സോ ദാറ്റ് ഇറ്റ് ക്യാൻ ബൈൻഡ് ടു ദ റെസ്റ്റ് ഓഫ് ദി ഓക്സിജൻ. ദാറ്റ് ഇസ് വൈ ഇവിടെ ഒരു ചെറിയ സ്ലോ പേസ് വന്നത്. അപ്പൊ നമുക്ക് മനസ്സിലായി എന്തായാലും പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ കൂടുമ്പോൾ ഹീമോഗ്ലോബിൻ binding to the oxygen will increase but in a sigmoid curve. അപ്പോ ഇനിയാണ് നമ്മൾ പോകുന്ന ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിക്കുന്ന ഏരിയ. വാട്ട് ആർ ദ ഫാക്ടേഴ്സ് ദാറ്റ് ഇൻഫ്ലുവൻസ് ഹീമോഗ്ലോബിൻ ബൈൻഡിങ് ടു ഓക്സിജൻ, അസോസിയേഷൻ ആൻഡ് ഹീമോഗ്ലോബിൻ റിലീസ് ഓഫ് ഓക്സിജൻ, ഡിസോസിയേഷൻ. മക്കള് പറഞ്ഞേ, എവിടെയാ അസോസിയേഷൻ നടക്കുന്നേ, എവിടെയാ ഡിസോസിയേഷൻ നടക്കുന്നേ? എവിടെ വെച്ചാ ഹീമോഗ്ലോബിൻ ഓക്സിജനെ പോയി ബൈൻഡ് ചെയ്യുന്നത്? എവിടെ വെച്ചാണ് ഹീമോഗ്ലോബിൻ ഓക്സിജനെ റിലീസ് ചെയ്യുന്നത്? നമുക്കറിയാലോ, ആൽവിയോളയിലാണ് ബൈൻഡ് ചെയ്യുക. കാരണം അവിടെ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ കൂടുതലാണ്. പക്ഷെ ടിഷ്യൂലാണ് ഡിസോസിയേറ്റ് ചെയ്യുക, കാരണം അവിടെ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ കുറവാണ്.
യെസ്, ആൽവിയോളയിൽ അസോസിയേഷൻ സംഭവിക്കും, എന്നാൽ ടിഷ്യൂവിൽ ഡിസോസിയേഷൻ സംഭവിക്കും. ഓക്കെ, സോ ഫാക്ടേഴ്സ് ഇൻഫ്ലുവൻസിങ് നമ്മൾ നോക്കാൻ നേരത്ത് നമ്മൾ പറഞ്ഞു ഹീമോഗ്ലോബിൻ ബൈൻഡിങ് ടു ഓക്സിജൻ that happens in the alveoli and dissociation happens in the in the tissue. അപ്പോഴാണ് ഫാക്ടേഴ്സ്. നമുക്ക് ഫാക്ടേഴ്സ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ കൂടുതലാണെങ്കിൽ ബൈൻഡിങ്, ഓക്സിജൻ ഉണ്ടെങ്കിൽ ബൈൻഡിങ്, ഓക്സിജൻ ഇല്ലെങ്കിൽ ഡിസോസിയേഷൻ. പക്ഷെ ഓക്സിജന്റെ ശത്രുവാ കാർബൺ ഡൈ ഓക്സൈഡ്. കാരണം കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടെങ്കിൽ ഓക്സിജനുമായിട്ട് ബൈൻഡ് ചെയ്യില്ല അല്ലെ. അപ്പൊ കാർബൺ ഡൈ ഓക്സൈഡ് കുറവായിരിക്കണം. ഫോർ ബൈൻഡിങ് കാർബൺ ഡൈ ഓക്സൈഡ് കുറവായിരിക്കണം. നമുക്കറിയാം നമ്മുടെ സെൽസ് ഗ്ലൈക്കോളിസിസ് വഴി കാർബൺ ഡൈ ഓക്സൈഡ് ഉണ്ടാകുമ്പോൾ ടെമ്പറേച്ചറും ഉണ്ടാക്കും. സോ അറ്റ് ദ സെയിം ടൈം ടെമ്പറേച്ചറും കുറവായിരിക്കണം. ആൻഡ് കാർബൺ ഡൈ ഓക്സൈഡ് ഇസ് ട്രാൻസ്പോർട്ടഡ് ഇൻ ദ ഫോം ഓഫ് കാർബോണിക് ആസിഡ്. സോ ഒരു H+ അയോൺസ് അവിടെ ഉണ്ടാവും. ഈ H+ കുറവായിരിക്കണം. സോ ഇഫ് ദർ ഇസ് ബൈൻഡിങ്, കാർബൺ ഡൈ ഓക്സൈഡ് കുറവ്, ടെമ്പറേച്ചർ കുറവ്, H+ കുറവ്, പക്ഷേ pH അഫ്കോഴ്സ് H+ കുറവാണെങ്കിൽ pH കൂടുതലായിരിക്കണം. ജസ്റ്റ് ദി ഓപ്പോസിറ്റ് ഇൻ ഡിസോസിയേഷൻ. സോ ഇവിടെ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ കുറവാണെങ്കിൽ കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതലായിരിക്കണം, ടെമ്പറേച്ചർ കൂടുതലായിരിക്കണം, H+ അയോൺസ് കൂടുതലായിരിക്കണം, pH കുറവായിരിക്കണം. സോ ദിസ് ഈസ് സംതിങ് എപ്പോഴും ചോദിക്കുന്ന ഒരു ഏരിയ ആണ്. വിച്ച് ആർ ദ ഫാക്ടേഴ്സ് ഫോർ ദ അസോസിയേഷൻ ആൻഡ് വിച്ച് ആർ ദ ഫാക്ടേഴ്സ് ഫോർ ദി ഡിസോസിയേഷൻ. ആൻഡ് ഇതിൽ ഇമ്പോർട്ടന്റ് ആയി നമുക്ക് എന്ത് ചെയ്യും, ഇവര് നമുക്ക് ഈ ഗ്രാഫ് തരും. അപ്പൊ നിങ്ങളുടെ അടുത്തുള്ള ചോദ്യമാണ്, നമ്മുടെ ഓക്സിജൻ ഡിസോസിയേഷൻ കർവ് തരുന്നു, പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ, എന്നിട്ട് ഇതാണ് നോർമൽ ആയിട്ടുള്ളത്, നോർമൽ സിഗ്മോയിഡ് കർവ്. ഇനി ഇവരുടെ ഷിഫ്റ്റ് ടുവേർഡ്സ് റൈറ്റ് and left. എന്റെ മക്കള് പറയാ, when this curve is shifting towards left, what happens, and towards right, what happens? Yes, സൈസിന് ഓർമ്മയുണ്ട്, 2 girls സ്റ്റോറി. അത് തന്നെ. അപ്പൊ പറഞ്ഞവിടെ റൈറ്റിലേക്കും ലെഫ്റ്റിലേക്കുമുള്ള ഷിഫ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ പറഞ്ഞ ഇതിൽ ഏത് സമയത്താണ് അസോസിയേഷൻ, ഏത് സമയത്താണ് ഡിസോസിയേഷൻ, അത് മാത്രം പറഞ്ഞാൽ മതി. റൈറ്റിലേക്ക് പോകുമ്പോൾ അസോസിയേഷൻ ആണോ ഡിസോസിയേഷൻ ആണോ? ജസ്റ്റ് നോ ദാറ്റ്. യെസ്, അപ്പൊ നമ്മൾ അത് മനസ്സിലാക്കാൻ വേണ്ടി എന്ത് ചെയ്തു, ഈ ഗ്രാഫിന്റെ ഏതെങ്കിലും ഒരു ഹീമോഗ്ലോബിൻ ബൈൻഡിങ് ലെവലിൽ വെച്ചൊരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കും. എന്നിട്ട് നമ്മൾ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ അങ്ങോട്ട് ട്രേസ് ചെയ്യും. അപ്പൊ ഞാൻ ചുമ്മാ ഒരു നമ്പർ ഇടുകയാണ്. സെൻട്രൽ ഉള്ളത് 10 ആയിരുന്നെങ്കിൽ ഇത് 5 ആയിരിക്കും, ഇത് 15 ആയിരിക്കും. എന്നിട്ട് നമ്മൾ പറഞ്ഞല്ലേ, നമ്മുടെ മിസ് കോളിന്റെ കഥ നിങ്ങൾ മറന്നിട്ടില്ലല്ലോ. സോ വെൻ ദ പാർഷ്യൽ പ്രഷർ ഓഫ് ഓക്സിജൻ എത്ര കൂടിയിട്ടും എത്ര മിസ് കോൾ അടിച്ചിട്ടും ഫോൺ എടുത്തില്ലെങ്കിൽ ദിസ് ഇസ് റൈറ്റിലേക്ക് പോകുന്നത്, ഇറ്റ് ഇസ് ഡിസോസിയേഷൻ. വേറസ് ലെഫ്റ്റിലേക്ക് പോകുന്നത് യെസ് വളരെ കുറച്ച് പാർഷ്യൽ പ്രഷർ ഉള്ളപ്പോഴും സെയിം ബൈൻഡിങ് തന്നു. സോ ദിസ് ഇസ് അസോസിയേഷൻ. വളരെ കുറച്ച് വിളിച്ചപ്പോഴും കോൾ എടുത്തു, വളരെ കൂടുതൽ വിളിച്ചിട്ടും കോൾ എടുത്തില്ല, അപ്പോ കോൾ എടുക്കുന്നില്ല, ദാറ്റ് ഇസ് ഡിസോസിയേഷൻ. കുറച്ച് വിളിച്ചപ്പോഴും കോൾ എടുത്തു, ദാറ്റ് ഇസ് അസോസിയേഷൻ അല്ലെ. സോ റൈറ്റ് ഇസ് ഡിസോസിയേഷൻ and left is association. Now you already know the factors. അപ്പോൾ ഇതാണ് ഇവിടുത്തെ നമ്മുടെ മേജർ ക്വസ്റ്റ്യൻ ഏരിയാസ്. നിങ്ങൾ ശ്രദ്ധിക്കുക, ഗ്രാഫ് തന്നിട്ട് ഈ ഗ്രാഫ് ഒരിക്കലും കൺഫ്യൂസ് ചെയ്യേണ്ട കാര്യമില്ല. ഇറ്റ് ഇസ് സോ സിമ്പിൾ. ഗ്രാഫ് തരുന്നു, റൈറ്റിലേക്ക് വരികയാണെങ്കിൽ ഡിസോസിയേഷൻ, ലെഫ്റ്റിലേക്കാണെന്ന് കൊടുക്കുകയാണെങ്കിൽ അസോസിയേഷൻ. ആൻഡ് നൗ യു നോ ഡിസോസിയേഷൻ അസോസിയേഷൻ ഫാക്ടേഴ്സ്. ജസ്റ്റ് അത് ചെക്ക് ചെയ്താൽ മതി. സോ ദാറ്റ് ഇസ് അബൌട്ട് ഓക്സിജൻ ട്രാൻസ്പോർട്ട് അല്ലെ. അപ്പൊ നമ്മൾ എന്തൊക്കെ ഡിസ്കസ് ചെയ്തു? How the diffusion happens between alveoli and blood and how the oxygen is transported. And now carbon dioxide transport. ഓക്സിജൻ ട്രാൻസ്പോർട്ട് ചെയ്യുന്നേക്കാളും രസമാണ് കാർബൺ ഡൈ ഓക്സൈഡ്. കാരണം കാർബൺ ഡൈ ഓക്സൈഡിനെ എല്ലാത്തിനെയും ഒന്നും ആരെടുക്കില്ല, ഹിമോഗ്ലോബിൻ എടുക്കില്ല. Only 20 to 25% of the hemoglobin carbon dioxide is taken by hemoglobin in the form of very important. What is that compound called as? നമുക്കറിയാം 70% എന്ത് ചെയ്യും, നമ്മുടെ വാട്ടറുമായി കമ്പൈൻ ചെയ്ത് കാർബോണിക് അൺഹൈഡ്രേസിന്റെ പ്രസൻസിൽ H2CO3 കാർബോണിക് ആസിഡായി അത് സ്പ്ലിറ്റ് ചെയ്ത് H+HCO3 മൈനസ് ആയി ഈ ബൈകാർബണേറ്റ് അയോൺസ് ആയിട്ടാണ് ട്രാവൽ ചെയ്യുക അല്ലെ മക്കളെ. വെരി ഗുഡ്. ഇറ്റ്സ് കോൾഡ് ആസ് കാർബ്
അമിനോ ഹീമോഗ്ലോബിൻ. ഒരിക്കലും തെറ്റിക്കരുത്. കാർബോക്സി ഹീമോഗ്ലോബിൻ ഈസ് കാർബൺ മോണോക്സൈഡ് കമ്പൈനിങ് വിത്ത് ഹീമോഗ്ലോബിൻ. അമിനോ ഹീമോഗ്ലോബിൻ ഈസ് കാർബൺ ഡയോക്സൈഡ് കമ്പൈനിങ് വിത്ത് ഹീമോഗ്ലോബിൻ. അപ്പൊ 20 to 25% കാർബമിനോ ഹീമോഗ്ലോബിൻ ആയിട്ട് പോവും. 70% വാട്ടറുമായിട്ട് കമ്പൈൻ ചെയ്ത് കാർബോണിക് ആസിഡ് ആവും. ഇൻ ദ പ്രസൻസ് ഓഫ് കാർബോണിക് അൻഹൈഡ്രേസ്. ഇത് RBC അകത്താണ് നടക്കുക. പക്ഷെ RBC വെച്ച് തന്നെ അത് സ്പ്ലിറ്റ് ചെയ്ത് H+HCO3- ആവും. ഈ HCO3- പ്ലാസ്മയിൽ എൻട്രി ചെയ്ത് ബൈകാർബണേറ്റ് ആയിട്ട് ട്രാവൽ ചെയ്തുകൊണ്ടേയിരിക്കും. എഗെയിൻ എവിടെയാണ് ഫോം ചെയ്യുന്നതെന്ന് ചോദിച്ചാൽ നമുക്കറിയാം. ഫോർമേഷൻ നടക്കുക ടിഷ്യൂലാണ്, ഡിസോസിയേഷൻ നടക്കുക ഇൻ ദി ആൽവിയോളായി. കാരണം എവിടെയാണ് കാർബൺ ഡൈ ഓക്സൈഡ് കൂടുതൽ? ടിഷ്യൂലാണ് കൂടുതൽ. ആൽവിയോളയിലാണ് കാർബൺ ഡൈ ഓക്സൈഡ് കുറവ്. അപ്പൊ എപ്പോഴും ആ ഒരു ലോജിക്ക് നിങ്ങളുടെ മൈൻഡിൽ ഉണ്ടാവണം. ആൻഡ് ദ റെസ്റ്റ് നമുക്കറിയാം ഒരു 7% ഇറ്റ് വിൽ ബി ഡിസോൾവ്ഡ് ഇൻ ദി പ്ലാസ്മ. സോ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ട്രാൻസ്പോർട്ട് ഓഫ് ഗ്യാസസ് നമ്മൾ പറഞ്ഞു. ഇനി നമുക്ക് പെട്ടെന്ന് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാം. എല്ലാവരും സെറ്റ് റെഡി? സോ ലെറ്റ്സ് സീ. Select the favorable conditions required for the formation of oxyhemoglobin in alveoli. ഞാൻ പറഞ്ഞില്ലേ സ്ഥിരം ക്വസ്റ്റ്യൻ. Most important question from this chapter. പെട്ടെന്ന് ചെയ്തോടാ. What are the factors favorable for the formation of oxyhemoglobin? ഉടനെ ഇങ്ങനെ എഴുതി വെച്ചേക്കണം. യെസ്, ഓക്സിജൻ കൂടുതൽ, കാർബൺ ഡൈ ഓക്സൈഡ് കുറവ്, H+ കുറവ്, ടെമ്പറേച്ചർ കുറവ്. ആൻസർ ഇസ് ഫസ്റ്റ് ഓപ്ഷൻ. ക്വസ്റ്റ്യൻ നമ്പർ 11. Approximately 70% of the carbon dioxide absorbed by the blood will be transported to lungs as. Yes, they will be transported as ബൈകാർബണേറ്റ് അയോൺസ്. അല്ലെ മക്കളെ? ബൈകാർബണേറ്റ് അയോൺസ് ആയിട്ട് പ്ലാസ്മയിലൂടെയാണ് ട്രാൻസ്പോർട്ട് ചെയ്യുന്നുണ്ടാവുക. ഡിഫ്യൂഷൻ മെംബ്രെയിൻ ഈസ് മേഡ് അപ്പ് ഓഫ്. ഡിഫ്യൂഷൻ മെംബ്രെയിനിൽ എന്തെല്ലാം ഉണ്ട്? 1 mm thickness മാത്രമല്ല ഡിഫ്യൂഷൻ മെംബ്രെയിൻ, which actually permits the exchange of gases. What does it consist of? Yes, it consists of thin squamous epithelium of alveoli, endothelium of blood capillary, and basement membrane which is present between the two layers. Answer is all of this. Question number 13 statement question ആണ്. Each hemoglobin molecule can carry a maximum of 4 molecules of oxygen. Correct. The binding of oxygen with hemoglobin is primarily related to the partial pressure of oxygen. Correct. In the light of the above statement, choose the correct option. Both the statements are true. Answer is 3. Are you? So both statements are true ആണല്ലോ. എന്നിട്ട് ഞാൻ 3 എന്തിനാ മാർക്ക് ചെയ്ത 2? സോറി, ഞാൻ മാർക്ക് ചെയ്ത് തെറ്റായിട്ട് ഞാൻ നോക്കാണ്. നിങ്ങൾ എന്താ 2 പറഞ്ഞത്? Now, question number 14. Under normal physiological condition, every 100 ml of oxygenated blood can deliver -ml of oxygen to the tissue. ഇത് ഞാൻ പറഞ്ഞില്ല, പക്ഷെ നിങ്ങൾ പറയും. ഓക്സിജനേറ്റഡ് ബ്ലഡ് എത്ര ml ഓക്സിജനെയാണ് ടിഷ്യൂലേക്ക് നോർമൽ കണ്ടീഷനിൽ കൊടുക്കുക? ശ്രദ്ധിക്കുക, നോർമൽ കണ്ടീഷനിൽ കൊടുക്കുക. നമ്മുടെ ഓക്സിജനേറ്റഡ് ബ്ലഡ് എത്ര ml ഓക്സിജനെയാണ് കൊണ്ടുനടക്കുന്നതെന്ന് അറിയാവോ? 20 ml ഓക്സിജനെ കൊണ്ടുനടക്കും. എന്നിട്ട് അതിലെ 5 ml ഓക്സിജനെയാണ് ടിഷ്യൂവിന് നോർമൽ കണ്ടീഷനിൽ കൊടുക്കുക. പക്ഷെ എന്റെ ചോദ്യം ഇതാണ്, ഇൻ സ്റ്റേണസ് എക്സസൈസ് എത്ര ml വരെ കൊടുക്കാൻ പറ്റും? ഹായ് റഹ്മദ്, ഉത്തരം പോരട്ടെ. സ്റ്റേണസ് എക്സസൈസിൽ എത്ര ml വരെ കൊടുക്കാൻ പറ്റും? ഡ്യൂറിങ് സ്റ്റേണസ് എക്സസൈസ്. ഡ്യൂറിങ് സ്റ്റേണസ് എക്സസൈസ് എല്ലാരും വാല്യൂ ഇടുക. 15 ml വരെ കൊടുക്കാൻ പറ്റും. ഡ്യൂറിങ് സ്റ്റേണസ് എക്സസൈസ് യു ക്യാൻ ഗീവ് അപ് ടു
50 ml. So this is again an important question. ഇനി നിങ്ങൾ പറഞ്ഞേ 100 ml of deoxygenated blood എത്ര ml കാർബൺ ഡൈ ഓക്സൈഡിനെയാണ് ആൽവിയോളയിലേക്ക് പാസ് ചെയ്യുന്നത്? 100 ml of deoxygenated blood എത്ര ml of കാർബൺ ഡൈ ഓക്സൈഡിനെയാണ് ആൽവിയോളയിലേക്ക് കൊടുക്കുക? എത്രയാ കൊടുക്കുക? Yes, it will deliver up to 4 ml of carbon dioxide. Very, very good. Oxygen dissociation curve is, kannum booty ingodu uttaram parayu. Oxygen dissociation curve is a yes, it is a sigmoid curve. അല്ലെ? ഈ sigmoid curve sigmoid ആവാൻ കാരണം ഇപ്പൊ മനസ്സിലായില്ലേ? എന്തുകൊണ്ടാണ്? ഇനിഷ്യലി ഒരു ചെറിയ അമാന്തതയുണ്ട് ഹീമോഗ്ലോബിൻ ഓക്സിജനായിട്ട് ബൈൻഡ് ചെയ്യാൻ. അത് കഴിഞ്ഞ് ഏറ്റവും അവസാനം ആവുമ്പോൾ എത്ര ഓക്സിജൻ കൂട്ടിയാലും ഹീമോഗ്ലോബിൻ ബൈൻഡിങ് കൂടില്ല. ജസ്റ്റ് ബിക്കോസ് ദർ ഇസ് നോ ഇനഫ് ഹീമോഗ്ലോബിൻ. എല്ലാ ഹീമോഗ്ലോബിനും ബൈൻഡ് ചെയ്ത് പിന്നെ ആര് പോയി ബൈൻഡ് ചെയ്യാനാ? അല്ലെ? Now question number 16. Which of the following reaction is catalyzed by carbonic anhydrase? കാർബോണിക് അൻഹൈഡ്രേസ് ഏതെല്ലാം റിയാക്ഷനെ എയ്ഡ് ചെയ്യും? നമുക്ക് തോന്നി ഇത് മാത്രമാണെന്ന്. നോ, ബട്ട് ഇറ്റ് വിൽ എയ്ഡ് ഓൾ ദീസ് സ്റ്റെപ്സ്. എല്ലാ സ്റ്റെപ്സിനും ഹെൽപ്പ് ചെയ്യും. ഇറ്റ് വിൽ ഹെൽപ്പ് ഇൻ കൺവേർട്ടിംഗ് H2O plus CO2. ഇറ്റ് ഗിവ്സ് H2CO3. ഈ സ്റ്റെപ്പിന് ഹെൽപ്പ് ചെയ്യും. ഇതിന്റെ ബ്രേക്ക് ഡൗൺ ഇൻറ്റു H plus HCO3 മൈനസ് ഈ സ്റ്റെപ്പിന് ഹെൽപ്പ് ചെയ്യും. ഇവർ റീഫോം ചെയ്യാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. സോ ഓൾ ദ സ്റ്റെപ്സ്, ഇറ്റ് വിൽ ഹെൽപ്പ് ഇൻ ഓൾ ദ സ്റ്റെപ്സ്. H2O plus H plus plus HCO3 minus നേരെ തിരിച്ച് ഇറ്റ്സ് റിവേഴ്സ് റിയാക്ഷൻ ഓൾസോ. H plus plus HCO3 minus ഇൻറ്റു H2CO3. അപ്പോൾ നമുക്ക് പറയാം ഈ സ്റ്റെപ്പിന് പറ്റും, ഈ സ്റ്റെപ്പിന് പറ്റും. H2CO3 സ്പ്ലിറ്റ് ചെയ്ത് H2O plus CO2 ആക്കാനായിട്ട് പറ്റും. So it's 1, 2, 3 and 4. Answer is 4. Now going to the last part, that is regulation of breathing. അപ്പൊ നമ്മൾ എന്ത് പഠിച്ചു? ടിഷ്യൂ വരെ നമ്മൾ ഓക്സിജനെ എത്തിക്കുന്നവരെ നമ്മൾ പഠിച്ചു അല്ലേ മക്കളെ? ഇനി നമ്മൾ നോക്കുന്നത് എങ്ങനെയാണ് ബ്രീത്തിങ്ങിനെ റെഗുലേറ്റ് ചെയ്യുന്നതെന്നാണ്. അപ്പോ നമ്മൾ സാധാരണ ബ്രീത്ത് ചെയ്യാൻ ഇത്രയേ ഉള്ളൂ. വളരെ കോമൺ ആയിട്ട് നമ്മൾ പറയുന്ന പോലെ നമ്മൾ സാധാരണ ബ്രീത്ത് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നത് നമ്മുടെ റെസ്പിറേറ്ററി റിതം സെന്റർ ആണ്. അത് മെഡുല്ലയിലാണ്. നോർമൽ ബ്രീത്തിങ്ങിന് നമ്മളെ സഹായിക്കുന്നത് റെസ്പിറേറ്ററി റിതം സെന്റർ ആണ്. റിതം സെന്റർ മെഡുല്ലയാണ്. പക്ഷേ ഞാനൊരു സ്റ്റേണസ് എക്സസൈസ് ചെയ്യാണ്. അപ്പൊ എന്റെ ടിഷ്യൂവിന് ഒരുപാട് കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യും. അപ്പൊ ഞാൻ പറയാം ഞാനൊരു എക്സസൈസ് ചെയ്യാണ്. നമ്മൾ കിതയ്ക്കും അല്ലേ മക്കളെ? അത് എന്തുകൊണ്ടാണെന്ന് ഞാൻ പറഞ്ഞുതരാം. എക്സസൈസ് ചെയ്യുമ്പോൾ നമ്മൾ ഒരുപാട് കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യും. ഈ കാർബൺ ഡൈ ഓക്സൈഡ് ഓഫ്കോഴ്സ് H2CO3 ആയിട്ടാണ് ട്രാൻസ്പോർട്ട് ചെയ്യുക. സോ H plus അയോൺസും ഒരുപാട് ബ്ലഡിൽ ഉണ്ടാവും. ഇതിനെ റെക്കഗ്നൈസ് ചെയ്യാനായിട്ട് ഒരുപാട് കീമോ റിസപ്റ്റേഴ്സ് നമ്മുടെ ബോഡിയിലുണ്ട്. അതിൽ ഒരെണ്ണമാണ് അയോട്ടയിലുള്ളത്, പിന്നൊന്നും കരോട്ടിഡ് എന്ന് പറയുന്ന നമ്മുടെ ആർട്ടറിയിലാണുള്ളത്, പിന്നൊരെണ്ണം ഉള്ളത് മെഡുല്ലയിലാണ്. ഇവർ 3 പേരും ഇത് റെക്കഗ്നൈസ് ചെയ്തിട്ട് ഈ ഇൻഫർമേഷൻ മെഡുല്ലയിലേക്ക് പോകും. എന്നിട്ട് ആ റിതത്തിനെ ചേഞ്ച് ചെയ്യണം. അപ്പൊ ഈ റിതത്തിനെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി നമ്മളെ സഹായിക്കുന്ന ആളാണ് ന്യൂമോടാക്സിക് സെന്റർ. ഇയാൾ ഇരിക്കുന്നത് പോൺസിലാണ്. ഇയാൾ എന്ത് ചെയ്യും? ഈ മെഡുലേനെ അങ്ങോട്ട് കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കും. നീ എന്ത് ചെയ്യണം? ഇൻസ്പിറേഷന്റെ ലെങ്ത് കുറയ്ക്കണം, ഡെപ്ത് കുറയ്ക്കണം, ഷോർട്ട് ഇൻസ്പിറേഷൻ, എന്നിട്ട് റെസ്പിറേറ്ററി റേറ്റ് കൂട്ടണം. ദിസ് ഈസ് ഹൗ നമ്മൾ കിതയ്ക്കുന്നത്. കിതയ്ക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ടില്ലേ മക്കളെ?
നമ്മുടെ സ്പീഡിനാണ് ഇൻസ്പയർ ചെയ്യുക. പക്ഷേ റെസ്പിറേറ്ററി റേറ്റ് ഒരു 12 to 16 ബ്രീത്തിങ് ആണ് നമ്മൾ സാധാരണ നോർമൽ എങ്കിൽ അതിലും ഒരുപാട് റെസ്പിറേറ്ററി റേറ്റ് കൂട്ടും. സോ ന്യൂമോടാക്സിക് സെന്റർ ആണ് ഈ റിതത്തിനെ, റേറ്റ് ഓഫ് റെസ്പിറേഷനെ ഓൾട്ടർ ചെയ്യുന്നത്. സോ ദിസ് ഈസ് ഹൗ the respiration is actually happening in your body. അപ്പൊ നോർമൽ ആയിട്ട് ബ്രീത്ത് ചെയ്യാൻ നമ്മളെ സഹായിക്കുന്നത് റെസ്പിറേറ്ററി റിതം സെന്റർ ആണ്, മെഡുല ഒബ്ലോങ്കേറ്റയിലാണ്. എന്നാൽ ന്യൂമോടാക്സിക് സെന്റർ എന്ത് ചെയ്യും? മോഡറേറ്റ് ദ ഫംഗ്ഷൻ ഓഫ് റിതം സെന്റർ. റിതം സെന്ററിന്റെ ഫംഗ്ഷനെ മോഡറേറ്റ് ചെയ്യാനും അങ്ങനെ നമ്മുടെ ബ്രീത്തിങ് റേറ്റ് കൂട്ടാനും ഡെപ്ത് ഓഫ് ബ്രീത്തിങ്, ഡെപ്ത് ഓഫ് ഇൻസ്പിറേഷൻ കുറയ്ക്കാനും സഹായിക്കും. ദിസ് ഈസ് എ വെരി വെരി ഇമ്പോർട്ടൻറ്റ് പോയിന്റ്. ഓക്കെ, ആൻഡ് ഈ കാർബൺ ഡൈ ഓക്സൈഡ് എങ്ങനെയാണ് ഇതെല്ലാം റെക്കഗ്നൈസ് ചെയ്യുക? നമുക്കിങ്ങനെ ഒരു നീഡ് ഉണ്ട് എന്ന് റെക്കഗ്നൈസ് ചെയ്യുന്നത് കീമോ റിസപ്റ്റേഴ്സ് ആണ്. ഈ കീമോ റിസപ്റ്റേഴ്സ് ഇരിക്കുന്നത് അയോട്ടിക് ആർച്ച്, കരോട്ടിഡ് ആർട്ടറി ആസ് വെൽ ആസ് മെഡുല്ല. ഇവരെന്തിനെയാണ് ഡിറ്റക്ട് ചെയ്യുക? ബ്ലഡിലെ ഓക്സിജനെ അല്ല. ഓക്സിജൻ ഒരു സിഗ്നിഫിക്കൻസും ഇല്ല. ഇറ്റ്സ് ജസ്റ്റ് ദി ഹൈ പെർസെൻറ്റേജ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് H+ which is detected by these chemoreceptors. So this is how the regulation happens. Now going to the last part, disorders of respiratory system. നമുക്ക് ആകെ പഠിക്കാനുള്ളത് 3 ഡിസോർഡർ ആണ്: ആസ്മ, എംഫിസീമ, ഒക്കുപേഷണൽ ഡിസോർഡർ. ആസ്മ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അലർജി വഴി ഉണ്ടാവുന്നതാണ്. നമ്മുടെ ലങ്സിലേക്ക് പോകുന്ന ബ്രോങ്കൈ, ബ്രോങ്കിയോൾസ് ഇൻഫ്ലൈംഡ് ആവുന്നു. അവിടെ നീര് കെട്ടിയാൽ, അവിടെ മ്യൂക്കസ് ഡെപ്പോസിറ്റ് കൂടിയാൽ എന്ത് പറ്റും മക്കളെ? എയർവേയുടെ ഡയമീറ്റർ കുറയും. അപ്പോൾ എയറിന് പോവാനായിട്ട് ഇന സ്പേസ് ഇല്ല. വീസിങ്, വലിവ്, വീസിങ് ഉണ്ടാവും, വിച്ച് ഇസ് ദ സിംറ്റം ഓഫ് ആസ്മ. അപ്പൊ എന്താണ് പറ്റുന്നത്? അലർജിക് റിയാക്ഷൻ കൊണ്ട് റെസ്പിറേറ്ററി ട്രാക്ട് ഇൻഫ്ലെയിംഡ് ആവുന്നു. ഇറ്റ് കോസസ് പോളൻസ് ആവാം, അലർജൻസ്, എനി അലർജൻസ് ആവാം. ക്യാരക്ടറൈസ് ബൈ ഒന്ന് അവിടെയുള്ള ട്രക്കിയ ബ്രോങ്കിയോൾസിലുള്ള മസിൽസ് കോൺട്രാക്ട് ചെയ്തിട്ട് നമ്മുടെ ആ ഒരു ഫുൾ എയർ ട്രാക്റ്റിന്റെ ഡയമീറ്റർ കുറയുന്നു. രണ്ടാമത് ഇൻഫ്ലമേഷൻ സംഭവിക്കുന്നു. അങ്ങനെ ഇൻഫ്ലമേഷൻ ഒക്കെ സംഭവിക്കുമ്പോൾ എന്ത് പറ്റും? എയർ പാസേജിന്റെ ഡയമീറ്റർ കുറയും ആൻഡ് ദിസ് ലീഡ്സ് ടു വീസിങ്. അടുത്തതാണ് എംഫിസീമ. എപ്പോഴും കണ്ടിന്യൂസ് ആയിട്ട് ക്രോണിക് ആയിട്ട് സിഗരറ്റ് സ്മോക്ക് ചെയ്യുന്നവർക്ക് ഉണ്ടാവുന്നതാണ് എംഫിസീമ. ആൽവിയോളേക്ക് ഉണ്ടാവുന്ന ഡാമേജ് ആണ്. ഇറ്റ്സ് കോസ് ഡ്യൂ ടു സിഗരറ്റ് സ്മോക്കിംഗ്. അപ്പൊ എന്ത് ചെയ്യും? ടോക്സിക് സബ്സ്റ്റൻസ് ഇൻഹേൽ ചെയ്യുമ്പോൾ ആൽവിയോളയുടെ വാള് ഡാമേജ് ആവും. കുറെ ആൽവിയോളെ നശിച്ചു പോകും. അപ്പൊ റെസ്പിറേറ്ററി സർഫസ് ഏരിയ കുറയും. നമ്മുടെ ബ്ലഡിലെ ടിഷ്യൂസിന് ഓക്സിജൻ ഡെഫിഷ്യൻസി ഉണ്ടാവും. സോ വാൾ ഓഫ് ആൽവിയോളെ ഡാമേജ് ആവും, എലാസ്റ്റിസിറ്റി നഷ്ടപ്പെടും, സർഫസ് ഏരിയ ഓഫ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് കുറയുന്നു. അങ്ങനെ ആൽവിയോള സാക്കിൽ എയർ അവിടെ തന്നെ കിടക്കുന്നു. എക്സ്പിറേഷൻ കഴിഞ്ഞാലും എന്ത് ചെയ്യും? എയർ അവിടെ തന്നെ കിടക്കും. ദ ലങ്സ് റിമൈൻ ഇൻഫ്ലേറ്റഡ്. എക്സ്ഹലേഷൻ ഡിഫിക്കൽട്ട് ആവും. നമുക്ക് എക്സ്ഹൈൽ ചെയ്യാൻ പറ്റില്ല. ലങ്സ് ഇങ്ങനെ ഇൻഫ്ലേറ്റഡ് ആയിട്ട് അതിന്റെ എലാസ്റ്റിസിറ്റി നഷ്ടപ്പെട്ടിട്ട് ലങ്സ് ഇങ്ങനെ ഇൻഫ്ലേറ്റഡ് ആയിട്ട് തന്നെ ഇങ്ങനെ ഊതി വിരുത്ത് തന്നെ ഇരിക്കും. അതിന് എയർ പുറത്തേക്ക് പോകത്തില്ല. ഒക്കുപേഷണൽ റെസ്പിറേറ്ററി ഡിസോർഡർ. ഒക്കുപേഷണൽ റെസ്പിറേറ്ററി ഡിസോർഡർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഏതൊരു പാർട്ടിക്കിൾ ആവട്ടെ, ഏതൊരു മൈന്യൂട്ട് പാർട്ടിക്കിൾ, ആസ്ബറ്റോസ് ആവട്ടെ, അല്ലെങ്കിൽ നമ്മുടെ ഈ കല്ല് പണിയൊക്കെ ചെയ്യുന്നവർക്ക് സിലിക്കൺ ആവട്ടെ, അല്ലെങ്കിൽ ഈവൻ ഡസ്റ്റ് പാർട്ടിക്കിൾസ് ആവട്ടെ, നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ശ്വാസകോശത്തിലേക്ക് എടുക്കുമ്പോൾ വാട്ട് ഹാപ്പൻസ് ടു ദ ലങ്സ്? നമ്മുടെ ലങ്സിന് ഇറ്റ് കോസസ് ദി ലങ്സ് ടു ഗെറ്റ് എന്താണ്? അവിടെ എന്ത് ചെയ്യും? ലങ്സിന് സ്കാർസ് ഉണ്ടാവും. ലങ്സിന്റെ ടിഷ്യൂസിന് സ്കാർസ് ഉണ്ടാവും. അങ്ങനെ സ്കാർസ് ഉണ്ടാവുമ്പോൾ അതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ വേണ്ടി ലങ്സിലെ ടിഷ്യൂസ് എന്ത് ചെയ്യുന്നുണ്ട്? അവിടെ ഫൈബ്രസ് ഡെപ്പോസിറ്റ് സംഭവിക്കും. ഫൈബ്രോസിസ് ഹാപ്പൻസ്. അപ്പോൾ വാട്ട് ഹാപ്പൻസ് ഹിയർ ഈസ് ഒക്കുപേഷൻ റിലേറ്റഡ് ആയിട്ട് മെറ്റീരിയൽസ് ലങ്സിലേക്ക് ഡെപ്പോസിറ്റ് ചെയ്യുന്നു. ഈ എക്സ്പോസ്ചർ ടു ഹാർംഫുൾ സബ്സ്റ്റൻസസ് എന്ത് സംഭവിപ്പിക്കും? നമ്മുടെ ലങ്സിന് ഫൈബ്രോസിസ്, ഇൻഫ്ലമേഷൻ ഉണ്ടാക്കും. ആ ഇൻഫ്ലമേഷനെ ഹീൽ ചെയ്യാൻ വേണ്ടി ഫൈബ്രസ് ടിഷ്യൂ അവിടെ ഡെപ്പോസിറ്റ് ചെയ്യും. സോ ഫൈബ്രോസിസ് ഓഫ് ദ അപ്പർ പാർട്ട് ഓഫ് ദ ലങ്സ് ആൻഡ് പ്രോളിഫറേഷൻ ഓഫ് ദി ഫൈബ്രസ് ടിഷ്യൂ. ഓൾസോ ഇൻഫ്ലമേഷൻ ആൻഡ് സ്വെല്ലിംഗ് എവിടെ സംഭവിക്കുന്നു? ലങ്സിൽ സംഭവിക്കുന്നു. സോ ദിസ് ഈസ് ഹൗ ഒക്കുപേഷണൽ ഡിസോർഡർ ഹാപ്പൻസ്. അത് ഏതൊരു ഡസ്റ്റ് പാർട്ടിക്കിൾ ആണെങ്കിലും ലങ്സ് ഗെറ്റ് ഫൈബ്രോസ്. സോ ഇത്രയും പറയുമ്പോൾ the chapter is completed. So let's go to the last set of questions. Which of the following is an occupational respiratory disorder? Which of the following is an occupational? Yes, pets in the hair ലങ്സിലേക്ക് പോകാൻ പറ്റും. യു ക്യാൻ ഇൻഹെയർ. ബട്ട് മോസ്റ്റ്ലി പെസ്റ്റിന്റെ ഹെയർ ലങ്സിലേക്ക് പോകുമ്പോൾ അത് അങ്ങനെ ഡെപ്പോസിറ്റ് ചെയ്യില്ല. ബിക്കോസ് ഇറ്റ്സ് ലൈക്ക് മച്ച് മോർ ലാർജർ
a particle, but the thing is it can cause allergic reactions. Yes, very good, silicosis. Next question, question number 18. Chemosensitive areas of medulla oblongata is activated by increase in concentration of. Chemosensitive areas activated ആവുന്നത് ഏത് അയോൺസിന്റെ കോൺസെൻട്രേഷൻ കൂടുമ്പോഴാണ്? Yes, very good. Carbon dioxide and H plus ions. Answer is fourth option. Question number 19. Receptors associated with aortic arch and carotid artery can recognize changes in dash and dash concentration, send necessary signals to dash for remedial action. Yes, carbon dioxide H plus തന്നെയാണ് കോൺസെൻട്രേഷൻ ചെക്ക് ചെയ്യുക. എന്നിട്ട് ഇൻഫോർമേഷൻ എങ്ങോട്ട് കൊടുക്കും? റിതം സെന്ററിലേക്ക് കൊടുക്കും ഫോർ റെമഡിയൽ ആക്ഷൻ. റെമഡിയൽ ആക്ഷൻ ആകെ അയാൾക്ക് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ. So going to the last question of our one short series. നമ്മുടെ ഡിഫറെന്റ് ഓർഗാനിസവും അവരുടെ റെസ്പിറേറ്ററി സ്ട്രക്ചറുമാണ്. ആനിമൽ കിങ്ഡം ചാപ്റ്ററിലും പഠിക്കുന്നതാണ്. എങ്കിലും ഓവർ എവറി ചാപ്റ്റർ നിങ്ങൾ റെസ്പിറേഷൻ പഠിക്കുമ്പോൾ എല്ലാ ഓർഗാനിസത്തിന്റെയും റെസ്പിറേറ്ററി സ്ട്രക്ചർ ഒന്നുകൂടെ പറയും. എക്സ്ക്രീഷൻ പഠിക്കുമ്പോൾ എല്ലാ ഓർഗാനിസത്തിന്റെയും എക്സ്ക്രീറ്ററി സിസ്റ്റം പറയും. സോ ലെറ്റ്സ് ചെക്ക്. ഫ്രോഗിനുള്ളത് ക്യൂട്ടേനിയസ് റെസ്പിറേഷൻ ആണ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് സ്കിൻ. A4 വരുന്ന 3 ഓപ്ഷൻസ്. ലെറ്റ്സ് ചെക്ക്. ഫിഷിനുള്ളത് ബ്രാക്കിയൽ റെസ്പിറേഷൻ ആണ് ഗിൽസിന്റെ സഹായത്തോടു കൂടി. B3 വരുന്നു, 2 ഓപ്ഷൻസ്. നൗ ഇൻസെക്ട്സ് നെറ്റ്വർക്ക് ട്യൂബ്സ് ആണുള്ളത്, ട്രക്കിയൽ ട്യൂബ്സ് വിച്ച് ഇസ് C1. ആൻഡ് യു ഹാവ് ബേർഡ്സ് ആൻഡ് മാമൽസ് പൾമിനറി റെസ്പിറേഷൻ. D2 ആൻസർ ഇസ് സെക്കൻഡ് ഓപ്ഷൻ. സോ ദാറ്റ്സ് മകളെ, നമ്മൾ കിടിലമായി, നിങ്ങൾ എല്ലാവരും കിടിലമായി ബ്രീത്തിങ് ആൻഡ് എക്സ്ചേഞ്ച് ഓഫ് ഗ്യാസസ് പഠിച്ചിട്ടുണ്ട്. സോ ഡു മോർ ക്വസ്റ്റ്യൻസ്. നൗ ദ തിങ് ഇസ് തിയറി എപ്പോഴും വായിക്കുന്നേക്കാളും ഡു മാക്സിമം ടൈപ്സ് ഓഫ് ക്വസ്റ്റ്യൻസ്, പല റേഞ്ചിലുള്ള ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. സോ യു ക്യാൻ ഗെറ്റ് കൺഫ്യൂസ് സംടൈംസ് ഓൺ സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ്. അപ്പോൾ ഫിസിയോളജി ചാപ്റ്ററിൽ പലപ്പോഴും സ്റ്റേറ്റ്മെന്റ് ബേസ്ഡ് ക്വസ്റ്റ്യൻസ് ഒരുപാട് ചെയ്ത് നോക്കുന്നത് ഇറ്റ് വിൽ ബി വെരി ഹെൽപ്ഫുൾ ഫോർ യു. അപ്പോൾ താങ്ക് യു ഗൈസ്. ആൻഡ് നമ്മുടെ എക്സാമിന് എല്ലാവരും തട്ടിപൊളിയായിട്ട് GIB എക്സാംസ് എല്ലാവരും എഴുതുക. സോ ഓൾ ദ വെരി ബെസ്റ്റ്. ബൈ ബൈ. താങ്ക് യു.